Good morning everyone. Welcome to Ada 24/7 Malayalam channel. And Hindu Sebastian. Welcome to the Hindu Editorial Analysis session. We are going to discuss the Hindu Editorial of 10th December 2021. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ സെഷൻ പോകുന്നത് എങ്ങനെയാണ്, നമ്മൾ ആദ്യം തന്നെ ആർട്ടിക്കിൾ ഏതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ഒക്കെ നോക്കുന്നു. അതിനുശേഷം നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, ദെൻ ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദ ആർട്ടിക്കിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ, ഇന്നലെ തന്ന ഹോംവർക്ക് നോക്കുന്നു ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. എല്ലാവർക്കും വെൽക്കം. ഈ സെഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടും, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് കൂട്ടും, റൈറ്റിംഗ് സ്കിൽസ് നിങ്ങൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് കിട്ടും. യു വിൽ ഗെറ്റ് ദ കണ്ടന്റ് ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി ഇംഗ്ലീഷ് വൊക്കാബ്സ് യൂസ്ഡ്, ഹൗ ടു യൂസ് ഗ്രാമർ സ്ട്രക്ചേഴ്സ്, എല്ലാം ഐഡിയ കിട്ടും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് വെൽക്കം. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9 to 10 ആണ് നമ്മുടെ സെഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും 12% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ആലോചിച്ച് തീരുമാനിച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. ഫോർ എ പ്രോപ്പർ ഗൈഡൻസ് യു ക്യാൻ ഓൾവേസ് അവൈൽ അസ്. ഓക്കെ, അപ്പോൾ +2 മെയിൻസിൻ്റെ ബാച്ച് ആരംഭിക്കുകയാണ് ഉടനെ തന്നെ. 15-ാം തീയതി നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. +2 മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. അല്ലാതെ സ്പെഷ്യൽ ടോപ്പിക് അല്ലാതെ എല്ലാം കൂടെ വേണ്ടവർക്ക് +2 മെയിൻസിന് നമ്മുടെ കോംബോ ബാച്ച് ഇവിടെ എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ KTETന്റെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നു. അതോടനുബന്ധിച്ച് തന്നെ KS-ന്റെ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് വൈകുന്നേരം 6:30 നമ്മുടെ KS-ന്റെ ഫൗണ്ടേഷൻ ബാച്ച് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കൂടാതെ ഹൈക്കോടതിന്റെ പ്രാക്ടീസ് ബാച്ച് നമ്മൾ നടന്നുകൊണ്ട് പോവാണ്. ഒരു മാസമായി. ഇറ്റ്സ് ഗോയിങ് വെൽ. അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ മുനിസിപ്പൽ കോമൺസ് LDയുടെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. Ada 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പോയി കോഴ്സ് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോറിൽ കയറിയാൽ മതി. സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അവിടെയുണ്ട്, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ada247.com എന്ന വെബ്സൈറ്റിൽ കയറാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട, Y314 Y314. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: ബി എ വാരിയർ നോട്ട് എ വറിയർ. അല്ലേ, നമ്മളെല്ലാവരും പലപ്പോഴും വാരിയർ ആവണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ബിക്കം എ വറിയർ. വറിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, വറി ചെയ്തുകൊണ്ടിരിക്കും. യോ എന്താവുക അല്ലേ, ആകുലപ്പെടൽ ഓഫ് ദ ഡേ. എവറി ഡേ യു ബിക്കം സോർട്ട് ഓഫ് എ വറിയർ എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കും. എന്താവില്ല, നാളെ എന്താ അവസ്ഥ, എക്സാമിൻ്റെ കാര്യം എന്തായിരിക്കും, എന്നായിരിക്കും എക്സാം, ഓരോ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ്, ഐദർ ഇറ്റ് ബി പേഴ്സണൽ ലൈഫ് ഓർ യുവർ സോഷ്യൽ ലൈഫ്, ഏത് ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, യു ബിക്കം വറീഡ് അബൌട്ട് ദാറ്റ്. സോ ഡോണ്ട് ബി ദാറ്റ്, ബി എ വാരിയർ. പൊരുതുക, ഫൈറ്റ്. Life becomes easier when you fight against the difficulties or trouble in front of you. So let's start. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കസ്റ്റമർ കെയർ നമ്പർ അല്ലേ, കസ്റ്റമർ കെയർ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് ഈസ് ലോസ്റ്റ്. ഇന്നലത്തെ സെഷനിൽ ഞാൻ തന്നിരുന്നു. തരാം. അതിൽ ക്ലാസ് ഒന്ന് കഴിയുന്നതിന് മുമ്പ് ഞാനത് എടുത്തുതരാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ബട്ട് ഐ ലോസ്റ്റ് ഇറ്റ്. എൻ്റെ ഫോണൊക്കെ പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതിൽ എനിക്കിപ്പോൾ ഒന്നും എൻ്റെ കയ്യിലില്ല, നമ്പേഴ്സ് ഒന്നും ഇല്ല. ബട്ട് ഐ ഗെറ്റ് ഇറ്റ് യു. ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാനൊന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്താലോ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ RBIയുടെ ഇൻഫ്ലേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗത്തോടനുബന്ധിച്ച് ഒമിക്രോൺ വേരിയന്റ് വന്നപ്പോൾ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ എന്നുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. ആൻഡ് രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യയിൽ ഉപയോഗിച്ചാണ് നമ്മുടെ ജനറൽ കഴിഞ്ഞ ദിവസം നീൽഗിരിയിൽ വെച്ച് നമ്മുടെ ഒരു ഫ്ലൈറ്റിൽ കൊല്ലപ്പെട്ടു, കാണുമായിരിക്കുമല്ലോ. അപ്പം ഇറ്റ്സ് എ ഫ്ലൈറ്റ് ക്രാഷ്, ഒരു പ്ലെയിൻ ക്രാഷിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സോൾജർ, അപ്പോൾ സോ അതിനെപ്പറ്റി ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് രണ്ടുമാണ്. ക്ലിയർ? ഓക്കെ, ഫോൺ തിരിച്ച് കിട്ടിയില്ല വിഷ്ണു. അപ്പോൾ അത് രണ്ടാണ് നമ്മുടെ ആർട്ടിക്കിൾ ഇന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ആണ്. അബൌട്ട് RBI പോളിസിയെ പറ്റിയുള്ളതാണ്. ഒമിക്രോൺ എത്രത്തോളം എഫക്ട് ചെയ്തു, എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ, ഒരു അനാലിസിസ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ടുഡേ. അപ്പോൾ അതാണ് നമ്മുടെ ആർട്ടിക്കിൾ. മറ്റേതിന് ഗിവ് ഇറ്റ് എ റീഡ് മറക്കണ്ട. ഇഡിയംസ് ഉണ്ട്, യു വിൽ ഗെറ്റ് സം വേർഡ്സ് ഫ്രം ദ കേട്ടോ. കുറച്ച് വേർഡ്സും ഒക്കെ കിട്ടും. ഇതിവിടെ ഓൾറെഡി ഉണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ ഒരു ഐഡിയ. So let's start with the first idiom and phrase today. Against the grain. Against the grain എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ go against the grain എന്നായിരിക്കും, അല്ലെങ്കിൽ vote against the grain എന്നാണ് പൊതുവെ പറയുന്നത്. vote or go against the grain എന്നാണ് സാധാരണ പറയാം.
സോ എഗൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കോൺട്രറി ടു നാച്ചുറൽ ഇൻക്ലിനേഷൻ ഓഫ് സംബഡി. ഇപ്പം നാച്ചുറൽ ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തോന്നില്ലേ, ഇത് ചെയ്യാൻ ശരിയാവില്ല, ചിലപ്പോൾ ഇത് ചെയ്തേക്കാം. യു ഹാവ് എന്താ പറയുക, യു ഹാവ് എ ഗട്ട് ഫീലിംഗ്, നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യും, ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ട് നമ്മുടെ മനസ്സിൽ, ഇത് ചെയ്തേക്കാം, ഇത് ചെയ്യണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെ വേറെ ഏതെങ്കിലും ഒരാളുടെ നാച്ചുറൽ ഇൻക്ലിനേഷന് എതിരെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിനെതിരെ നമ്മൾ പോവുകയാണെങ്കിൽ യു ക്യാൻ സേ ഗോ അഗൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറയാം. കോൺട്രറി ടു നാച്ചുറൽ ഇൻക്ലിനേഷൻ ഓഫ് സംബഡി, ആരുടെയും ഒരു ഇൻറ്റ്യൂഷനെതിരെ നമ്മൾ പോവാണ്. ആ ഇൻറ്റ്യൂഷൻ ഗോ വിത്ത് ഇൻറ്റ്യൂഷൻ അല്ല, ഗോ അഗൻസ്റ്റ് ഇൻറ്റ്യൂഷൻ. ആ ഇൻറ്റ്യൂഷൻ എതിരാണ് പോകുന്നത്, ഇല്ല വേണ്ട അത് ചെയ്യുന്നില്ല, യു ആർ നോട്ട് വില്ലിംഗ് ടു ഡു സോ, അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, യു ആർ നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ് ഇറ്റ് ഓർ വില്ലിംഗ് ടു ഡു ഇറ്റ്. സോ അതിന് നമ്മൾ പറയും ഗോ അഗൻസ്റ്റ് ഓർ വോട്ട് അഗൻസ്റ്റ് ദ ഗ്രെയിൻ. ഓർത്ത് വെച്ചോളാം, മറക്കണ്ട, ഇറ്റ്സ് ആൻ ഇഡിയം. ഗോ അഗൻസ്റ്റ് ദ ഗ്രെയിൻ ഓർ വോട്ട് അഗൻസ്റ്റ് ദ ഗ്രെയിൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഗൻസ്റ്റ് ഗ്രെയിൻ എന്നാണ് എൻ്റെ യൂസേജ് ഇട്ട് നിൽക്കുന്നത്, ഓർത്ത് വെച്ചാൽ മതി. ഗോ എഗൻസ്റ്റ് ഗ്രെയിൻ അല്ലെങ്കിൽ വോട്ട് എഗൻസ്റ്റ് ഗ്രെയിൻ എന്ന് പറയും. ഓക്കെ, യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അതാണ് രണ്ടാമത്തെ നോക്കി, വേർഡ് ഓഫ്. വേർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേർഡ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വേർഡ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് സംബഡി ഓർ സംതിങ് ഫ്രം ഹാമിങ് വൺ. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആള് വേറൊരാളെ ഹാം ചെയ്യാൻ പോകണം, ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ യു പ്രിവെന്റിങ് ദാറ്റ്, എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് വേർഡ് ഓഫ് എന്ന് പറയാം. ഇതിനെയാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകണം, ഹാം അല്ലെങ്കിൽ എഫക്റ്റ്, മറ്റൊരാളെ എഫക്റ്റ് ചെയ്യുന്ന, മറ്റൊരാളെ ബാധിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ ഹാം ചെയ്യുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നുവെങ്കിൽ യു ആർ പ്രിവെന്റിങ് ദാറ്റ്, അതിനെ നിങ്ങൾ എതിർക്കുന്നു, പ്രിവെന്റ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യുന്നു, യു ആർ പ്രിവെന്റിങ് ഇറ്റ്. That is what word of means. Word of the danger, word of the trouble എന്നൊക്കെ പറയാം, word of the difficulty എന്നൊക്കെ പറയാം. Alright, so അതാണ് word of എന്ന വേർഡിന്റെ മീനിങ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നിയ സൈഡിലോട്ട് മാറി ഇരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ബ്രിങ് ഡൗൺ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം ബ്രിങ് ഡൗൺ ചെയ്യാം. ബ്രിങ് ഡൗൺ ദ ഫീവർ ഒക്കെ കേട്ടില്ലേ? ബ്രിങ് ഡൗൺ, അതായത് അതിന്റെ ഇത് നമ്മൾ കുറയ്ക്കുകയാണ് അല്ലെ, ബ്രിങ് ഡൗൺ ദ ഫീവർ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ബ്രിങ് ഡൗൺ സംതിങ്, ബ്രിങ് എന്ന് പറയുമ്പോൾ ഓർക്കുക കേട്ടോ, the doctor brought the fever down എന്ന് പറഞ്ഞാൽ brought her fever down എന്ന് പറഞ്ഞാൽ അവളുടെ പനി കുറച്ചിട്ടുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു. cause to fall or collapse, cause to fall reduce ചെയ്യുക or fall or collapse. bring down the territory കേട്ടിട്ടില്ലേ? bring down the kingdom എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ആളെ തോപ്പിക്കാന്നൊക്കെ അർത്ഥമുണ്ട്. we overcome someone അല്ലെ. cause to fall എന്ന് പറഞ്ഞാൽ എന്താ? overcome അല്ലെ, കൊളാപ്സ് ചെയ്യാണ്, fall down or collapse. അപ്പോൾ overcome ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് ഫോൾ അല്ലെങ്കിൽ കൊളാപ്സ് എന്നൊക്കെ പറയാം. ഒരാളെ വീഴാനൊരു കാരണമാകുക അല്ലെ, അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യാൻ കാരണമാകുക എന്നൊക്കെയാണ്. ഒരു കൺട്രി ഇപ്പം നമ്മൾ പറയാറില്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ സമയത്ത് ഒരു രാജ്യം കൊളാപ്സ് ചെയ്യാൻ കാരണമാകുന്നു. ദാറ്റ്സ് ഇറ്റ്. ദ എനിമി ബ്രിങ് ഡൗൺ ദി ട്രൂപ്പ്, ദ സോൾജേഴ്സ് അല്ലെ, കിങ്സ് ആർമി എന്നൊക്കെ പറഞ്ഞൂടെ. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ബാങ്ക് ഓൺ. ബാങ്ക് ഓൺ എന്ന് പറയും ബാങ്ക് ഓൺ സംതിങ് ഓർ ബാങ്ക് ഓൺ സംബഡി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കേട്ടോ ഓർത്തുണ്ട്. ബാങ്ക് ഓൺ എന്ന്, ബാങ്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പൈസയൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമല്ലേ ബാങ്ക്. പൈസയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ബാങ്ക്. അപ്പോൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് പിന്നെ കാലത്ത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണം, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി വേണം. സോ ബാങ്ക് ഓൺ സംബഡി ഓർ ബാങ്ക് ഓൺ സംതിങ് എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി. എക്സ്പെക്ട് സംതിങ്, യു ലുക്ക് ഫോർഡ്, പ്രതീക്ഷിക്കുകയാണ്. ഓർ യു ഡിപ്പെൻഡ് ഓൺ സംതിങ് ഓർ സംബഡി. യു എക്സ്പെക്ട് സംതിങ് ഓർ യു ആർ ഡിപ്പെൻഡിങ് ഓൺ സംബഡി ഓർ സംതിങ്. അതിനെയാണ് നമ്മൾ ബാങ്ക് ഓൺ സംബഡി ഓർ സംതിങ് എന്ന് പറയാം. മറക്കരുത് കേട്ടോ. ബാങ്ക് ഓൺ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം, ബാങ്ക് നമ്മൾ എന്തിനാ? സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, നാളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ബാങ്ക് ഓൺ സംതിങ് അല്ലെങ്കിൽ സംബഡി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് സംതിങ് ഓർ ഡിപ്പെൻഡ് ഓൺ സംതിങ് ഓർ സംബഡി. മറക്കരുത് കേട്ടോ. യെസ്, ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. Elon Musk went against the grain to realize his dream of bringing space tourism to commoners. Great. He went against the grain and raised voice against stereotypes that relegate women to secondary roles. Great. COVID brought down the economy gruesomely. All right. Gruesomely ke oru M e undu to Sajini, but the sentence is right. Okay. Going against the grain can sometimes go in vain. Yes, Vishnu. Okay. Descriptive exam 1 hour time aanu to 60 minutes. Yes, Hasna. Yes. All right, moving on. In the wake of something, happening after or result of event. In the wake of the COVID-19 pandemic, അതായത് പാൻഡമിക്കിന് വലിയ ശേഷം അല്ലെങ്കിൽ as a result of the pandemic എന്ന് പറയാം. In the wake of something, എന്തെങ്കിലും ഒരു ഇതിന് ശേഷം, as a result of it അല്ലെങ്കിൽ consequence of it അല്ലെങ്കിൽ happening after that, എങ്കിൽ you can say in the wake of something എന്നുള്ളത് കേട്ടോ. ഇഡിയമാണ്. In the wake of something എന്ന് പറഞ്ഞാൽ happening after
or as a result of event, ഏതെങ്കിലും ഒരു ഇവന്റിന് ശേഷം അല്ലെ ആ ഇവന്റിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നതാണെങ്കിൽ യു കെൻ സേ ഇൻ ദ വേക്ക് ഓഫ് സംതിങ്. ഓക്കെ, ക്ലിയർ ഇറ്റ്? ഓൾ റൈറ്റ്, യെസ്. ഓക്കെ, അനു ബാങ്ക് ഓൺ ഹർ ഹസ്ബൻഡ്. അനു ബാങ്ക്സ് ഓൺ കേട്ടോ. ആരതി അനു ഇസ് സിംഗുലർ, അപ്പൊ ബാങ്ക്സ് ഓൺ വേണ്ടേ? അല്ലെങ്കിൽ ബാങ്ക് ഡോൺ കൊടുത്തു. ബാങ്ക് ഡോൺ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തു. പ്രസന്റ് ടെൻസ് ആകുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക കേട്ടോ. ഓൾ റൈറ്റ്, യു ആർ വെൽക്കം ബ്ലൂ ഐസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, സ്റ്റെയർ ഡൗൺ. സ്റ്റെയർ ഡൗൺ, സ്റ്റെയർ അറ്റ് സമൺ എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക എന്നാണ്. നമുക്കറിയാം സ്റ്റെയർ അറ്റ് സമൺ എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക ഫോർ എ ലോങ് ടൈം. പണ്ട് നമ്മുടെ ഒരു നിയമമൊക്കെ വന്നിരുന്നില്ലേ, 14 സെക്കൻഡ്സിന് കൂടുതൽ നമ്മൾ ഒരാളെ സ്റ്റെയർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ, സ്ത്രീകളെ സ്റ്റെയർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിയമമൊക്കെ വന്നിരുന്നു, ഓർമ്മയുണ്ടോ? സോ ഈ സ്റ്റെയർ ഡൗൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ വെച്ചാൽ കോസ് ടു വേവർ ഓർ സബ്മിറ്റ് മൈ. നമ്മൾ ഒരാളെ സ്റ്റെയർ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യു ആർ മേക്കിംഗ് സം പേഴ്സൺ ടു വേവർ, ഒന്ന് വ്യതിചലിക്കുക, ഓർ സബ്മിറ്റ് മൈ, അടിയറവ് പറയുക, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തിരിക്കുക, വി ആർ വെയിറ്റിംഗ്, യു ആർ കോസിങ് സംബഡി ടു വേവർ ഓർ സബ്മിറ്റ് മൈ, അതിനെയാണ് സ്റ്റെയർ ഡൗൺ എന്ന് പറയാം കേട്ടോ. അപ്പൊ നോക്കിയിരിക്കുകയാണ് നമ്മൾ, ആക്ച്വലി വി ആർ കോസിങ്, അതിന് നമ്മൾ കാരണമാവുകയാണ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഡൂയിങ് സംതിങ് ഇൻ ആക്ഷൻ, ഒന്നും നടക്കുന്നില്ല, പക്ഷെ നമ്മൾ അതിന് കാരണമാവുകയാണ്. ദാറ്റ് ഈസ് വാട്ട് സ്റ്റെയർ ഡൗൺ ഇസ്. ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സ്റ്റെയർ അറ്റ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കുകയാണ്, യു നോ ദാറ്റ് അല്ലേ. അപ്പൊ സ്റ്റെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ കോസ് ടു വേവർ ഓർ സബ്മിറ്റ് ബൈ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇൻ ടാൻഡം. കഴിഞ്ഞ ദിവസം അല്ല, ഐ തിങ്ക് 2 weeks ago ആയിരിക്കാം, നമ്മൾ പറഞ്ഞിരുന്നു ഇൻ ടാൻഡം എന്ന് പറഞ്ഞാൽ. ഇൻ ടാൻഡം എന്ന് പറയുന്നത് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അതിന്റെ മീനിങ് ഇതാണ്, അറ്റ് ദ സെയിം ടൈം, സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്, സൈമിൾട്ടേനിയസ്ലി, ദാറ്റ് ഇസ് ഇൻ ടാൻഡം എന്ന് പറയാം. അല്ലെങ്കിൽ അലോങ് സൈഡ് ഈച്ച് അതർ, ഇൻ അലയൻസ് വിത്ത്, അല്ലെ, ഒരുമിച്ച് പോവാണ്, ഒരുമിച്ച് അലോങ് സൈഡ് ഈച്ച് അതർ, ഒരു നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് തന്നെ കാര്യങ്ങൾ നടക്കും, സെയിം ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇൻ ടാൻഡം ഈസ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. Okay, let me read. Doctors, nurses and healthcare workers are working hard to ward off deadly coronavirus. Great morning. The decision that I took totally against ഇങ്ങനെ കൊടുക്കാം അശ്വതി. The decision that I took got totally against, went totally against grain of my mom. അങ്ങനെ കൊടുക്കാം. Went against, പോയി, അല്ലെങ്കിൽ voted against the grain of my mom എന്ന് കൊടുക്കാം. Because maybe because of that it was a failure. It was a failure. വൺ വേണ്ട, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നൗണാ, പിന്നെ അവിടെ വൺ വേണ്ട കേട്ടോ, വണ്ണം കട്ട് ചെയ്തോളെ കേട്ടോ. The decision that I took went totally against the grain of my mom. Maybe because of that it was a failure. അങ്ങനെ കൊടുക്കാം. In the wake of something, SL യൂസ് ചെയ്യാമോന്നോ? വേണ്ട, in the wake of something SL യൂസ് ചെയ്യണ്ട. ഓക്കെ, ബട്ട് ഇൻ ദ വേക്ക് ഓഫ് സംതിങ് ശരിക്കും ഇഡിയമാറ്റിക് ആയിട്ട് ഫോമൽ യൂസേജ് ആണ്. സോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, കുഴപ്പമില്ല, അത് തെറ്റില്ലെന്നല്ല, തെറ്റില്ല. ഇൻ ദ വേക്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ഫോമൽ യൂസേജ് ആണ്. ഇറ്റ്സ് നോട്ട് എൻ ഇഡിയം ആക്ച്വലി എന്ന് പറയാം. നമ്മളെന്താ പറയുക, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, ഇല്ലെന്ന് പറയുന്നില്ല, ബട്ട് ഇൻഫോമൽ ഇഡിയം അല്ല, നമ്മൾ സാധാരണ പറയുന്നില്ലേ, അത് പറയില്ല. അപ്പോൾ യു ക്യാൻ സേ ആഫ്റ്റർ ഇൻ ദ വേക്ക് ഓഫ് എ വോർ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, കറക്റ്റാണ്. നമ്മൾ SL ഉപയോഗിക്കാം, കറക്റ്റാണ് കേട്ടോ അശ്വതി, യു ക്യാൻ യൂസ് ഇറ്റ്. ബട്ട് നിങ്ങൾ നോക്കണേ, നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്ന ഇഡിയംസ് ഉണ്ടല്ലോ, ഇൻഫോമൽ ഇഡിയംസ് ഉണ്ടല്ലോ, ഇതല്ല, ഇത് ഇൻഫോമൽ ഇഡിയംസ് അല്ല. ഇറ്റ്സ് എ ഫ്രേസ് ആക്ച്വലി. എന്താ പറയുക, ഒരു ഫ്രേസ് ആണ്, ബട്ട് ആ ഫ്രേസ് ഫോമൽ ഫ്രേസ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. Stringent measures are put in practice to ward off further outstretch of the Omicron strain. Okay, she wants to ward off all difficulty coming on her way of success. Okay, great. Type on the message. Online jobs have scored up in the wake of the pandemic. Okay, great. My tension about the exam brought down after, so the my tension about the exam was brought down, അല്ലേ, അത് കഴിഞ്ഞു അല്ലേ, അത് താഴെ വന്നപ്പോൾ വാസ് ബ്രോട്ട് ഡൗൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നൊരു പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ B+V1 V3 ഫോം വേണം. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ കൊണ്ടുവരിക, മൈ ടെൻഷൻ അബൌട്ട് ദ എക്സാം വാസ് ബ്രോട്ട് ഡൗൺ ആഫ്റ്റർ സീയിങ് ദ ന്യൂ സിലബസ്. ആഫ്റ്റർ സോ അല്ല, ആഫ്റ്റർ കഴിഞ്ഞിട്ട്, ആഫ്റ്റർ ഇസ് എ പ്രിപ്പോസിഷൻ ശേഷം എന്താ വരേണ്ടത്, നൗണാണ് വരേണ്ടത്, ഒബ്ജക്റ്റ് വരിക, അതായത് നൗണോ പ്രൊനൗണോ ഒക്കെ വരണം. അപ്പോൾ അതിന്റെ ജെറൻ ഫോമുലേഷൻ കൊണ്ടുവരിക, വെർബൽ നൗൺ കൊണ്ടുവരിക, ആഫ്റ്റർ സീയിങ് ദ ന്യൂ സിലബസ്. ഓക്കെ, മുനിസിപ്പാലിറ്റി ട്രൈസ് ടു വാർഡ് ഓഫ് ദി സ്ട്രേ ഡോഗ്സ്. ഓക്കെ, he always goes against the grain of his parents in future plans. Okay, at last I decided to go against the grain of my parents and found my way. Okay, government and people should move in tandem to become a developed nation. Okay, I ward off my cousin from doing prank to my uncle. Okay,
COVID cases are mitigating globally in the wake of vaccination. Okay. Married flat was brought down after Supreme Court verdict in the wake of environment violation. Okay. After the death of his father, he completely banged on. After the death of his father, he completely banged on. അല്ലേ, past tense വേണ്ടത്. ഡെത്തിന് ശേഷം he completely banged on. അല്ലെങ്കിൽ bangs on എന്ന് കൊടുത്തോ, സിംഗുലർ ആണെങ്കിൽ കൊടുക്കുക. പ്രസന്റ് ടെൻസിലാണെങ്കിൽ ബാങ്ക്സ് ഓൺ എന്ന് കൊടുക്കുക. ഹി അല്ലേ, ഹി സിംഗുലർ. അപ്പോൾ എന്ത് കൊടുക്കണം കാർത്തിക? ഈ ബാങ്ക്സ് ഓൺ ഹിസ് അങ്കിൾ കൊടുക്കുക. ഹി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് അങ്കിൾ. ഓക്കെ. സോ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഗോ അഗൻസ്റ്റ് ദ ഗ്രെയിൻ ഓർ വോട്ട് അഗൻസ്റ്റ് ദ ഗ്രെയിൻ, വാർഡ് ഓഫ്, ബ്രിങ് ഡൗൺ സംതിങ്, ബാങ് ഓൺ സംതിങ് ഓർ സംബഡി, ഇൻ ദ വേക്ക് ഓഫ് സംതിങ്, സ്റ്റേ ഡൗൺ, ഇൻ ടാൻഡം. ഓക്കെ, മൂവിങ് ഓൺ. സിനിംസ് ആൻഡ് ആന്റണിംസ് നോക്കാം. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ സിനിം പിടിച്ചോ, ബെഞ്ച് മാർക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ് ബെഞ്ച് മാർക്ക്. നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഈ നൗണും വേർബും പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണേ. നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇത് നൗൺ ആയിട്ട് സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ ഇതിന് വരാം. വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതായിരിക്കും മെയിൻ വേർബ് ആയിട്ട് സെന്റൻസിൽ വരിക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്നർത്ഥം. അതായത് നമ്മുടെ ഒരു അളവുകോൽ അല്ലേ. ബേസിസ്, ഇതാണ് ബേസിസ്, ഇതാണ് ക്രൈറ്റീരിയൻ. ഓക്കെ, അതാണ് ക്രൈറ്റീരിയൻ. നമ്മുടെ സ്റ്റാൻഡേർഡ് അതാണെന്ന് പറയുന്നത് അല്ലെ, അളക്കുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ അളക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ തന്നെ ബെഞ്ച് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് അളക്കുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. സോ ബെഞ്ച് മാർക്ക് സംതിങ് എന്ന് പറഞ്ഞാൽ യു ഇവാലുവേറ്റ് സംതിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് ദ ഡിസ്ക്രിപ്റ്റീവ് എക്സാം യുവർ റൈറ്റിംഗ് or your essays will be benchmarked based on the grammatical accuracy, vocabs and content. മനസ്സിലായല്ലോ? സോ അത് അടുത്ത നോക്കിയേ, സ്റ്റാൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റർ, നിൽക്കുന്ന അല്ലെ ഇരിക്കുന്ന ആ ഒരു രീതി, പോസ്റ്റ് സെയിം വേ. അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, രീതി. എവറിത്തിങ് റിലേറ്റഡ് ടു സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ രീതി എന്ന് പറയുന്നത് ബെയറിങ്. വീണ്ടും പോസ്റ്റർ എന്നൊരു അർത്ഥമാണ് വരുന്നത്. സോ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ്, ബെയറിങ്, പോസ്, പോസ്റ്റർ. മീറ്റിംഗ് ഓർത്ത് വെച്ചോളാം. ഇറ്റ്സ് നൗൺ കേട്ടോ, നൗൺ ആണ്, വേർബ് അല്ല, ഓർത്ത് വെച്ചോളാം അത്. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. All right, the tragedy happened in the wake of family function. The tragedy happened in the wake of a family function. Okay, central government wards off farmers strike in New Delhi. All right, she ward off her son from watching TV for a long time. She warded off എന്ന് കൊടുക്കാം. ദീപ നേരത്തെ പറഞ്ഞോളെ, ഷീ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാർഡ്സ് ഓഫ് എന്ന് പറയും, വാർഡ്സ് ഓഫ്. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാർഡഡ് ഓഫ് എന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി തെറ്റാണത്, ഇൻകറക്റ്റ് ആണ്. കൗണ്ട് കോഡ് വളരെ സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് എഗ്രി ചെയ്തിരിക്കണം. ഐ എം നൗ 23 and still bank on my father. Great, that's great. Let's not bank on outsiders when we are working as a team. All right, he's a violinist in tandem dancer. Okay, alongside with the dancer. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ പറയില്ല സാധാരണ, അങ്ങനെ പറയില്ല കേട്ടോ കാർത്തിക. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞാൽ മതില്ലേ, ഹീസ് എ വയലിനിസ്റ്റ് ആസ് വെൽ ആസ് എ ഡാൻസർ, അല്ലെങ്കിൽ ആൻഡ് എ ഡാൻസർ എന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഇൻ ടാൻഡം അങ്ങനെ ഉപയോഗിക്കില്ല നമ്മൾ. ഒരു കാര്യം ഇൻ അലൈൻ വിത്ത് എന്നല്ലേ പറയാ. സോ ആ ഒരു രീതിയിലല്ല ഇത് ഉപയോഗിക്കുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. The common people bank on the judicial bodies to seek justice to the atrocities against them. Okay, great. iPhone's benchmark is quality of product. ഐഫോണിന്റെ ബെഞ്ച് മാർക്ക് അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരതി ഐഫോണിന്റെ, ഐഫോൺ കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കൊടുക്കുക, എന്ന ടെസ്റ്റ് കൊടുക്കുക. ഐഫോൺസ് ബെഞ്ച് മാർക്ക് ഇസ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, the nation faces this fear from the Taliban in tandem from the Chinese alongside from the Chinese എന്ന് പറയില്ല, ഇങ്ങനെ കൊടുക്കുക. Nation faces the fear from the Taliban in tandem with the Chinese army എന്ന് കൊടുക്കുക. അതായത് alongside with the Chinese army എന്ന് കൊടുക്കുക. ഇൻ ടാൻഡം എന്ന് പറയുമ്പോൾ അലൈൻ വിത്ത് അല്ലേ, അപ്പൊ അതിലൂടെ ഇൻ ടാൻഡം വിത്ത് എന്ന് വരത്തുള്ളൂ, അല്ലെ ഫ്രം എന്ന് പറയും. ഇൻ ടാൻഡം ഫ്രം എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, ദ ന്യൂ കമ്പനി പ്രസിഡന്റ് പ്ലാൻ ആണോ നോക്കിയ. വീണ്ടും ജീന, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ന്യൂ കമ്പനി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങേര് ഒരു സിംഗുലർ ആണ് അല്ലെ. ഹി എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് അല്ലെങ്കിൽ ഹി എന്ന് പറയുമ്പോൾ, സോ ഹി ഓർ ഷീ വാട്ട് എവർ ഇറ്റ് ഇസ്. സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ, സിംഗുലർ വേർബ് തന്നെ കൊടുക്കാം. സോ ദ ന്യൂ കമ്പനി പ്രസിഡന്റ് പ്ലാൻസ് ടു ചേഞ്ച് ദി ബെഞ്ച്മാർക്ക് പോളിസീസ് and plans to turn the business into new organization. അത് കറക്റ്റ് ആണ്. അപ്പോൾ അവിടെ പ്ലാൻസ് കൊടുക്കുക കേട്ടോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. The company's benchmark is based on the candidate stands in the interview. Great.
the company's physical fitness is a benchmark to join army. Yes, it is. At the same time, അങ്ങനെ ഞാൻ മനസ്സിലായി. At the same time മനസ്സിലായി. At the same time a dance അങ്ങനെ വരുമ്പോൾ കറക്റ്റ് അല്ല. He's a violinist in tandem ഡാൻസർ എന്ന് പറയില്ല. ഞാനത് യൂസേജ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഒരു സെക്കൻഡ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, benchmark for applying HA exam is 50% mark in degree exam. Yes, in graduation 50%. Yes. Then awareness നോക്കാം. awareness എന്ന് പറഞ്ഞാൽ caution, prudence, suspicion, distress എന്നൊക്കെയാണ്. രണ്ട് മീനിങ് ഉണ്ട്. awareness എന്ന് പറഞ്ഞാൽ നമുക്കൊരു caution ആണ്, warning ആണ്, prudence ആണ്. അതൊരു മീനിങ്, സെയിം മീനിങ്. അല്ലാതെ awareness എന്ന് പറഞ്ഞാൽ സസ്പീഷൻ, ഒരു ഉറപ്പില്ലായ്മ, ഒരു കൺഫ്യൂഷൻ ആണ്. ഒരു ഉറപ്പില്ല, നമുക്കൊരു ഡൗട്ടാണ് നമുക്ക്. ഡിസ്ട്രെസ് ആണ്, ട്രസ്റ്റ് ഇല്ലായ്മ, വിശ്വാസമില്ലായ്മ, സസ്പീഷൻ അല്ലെങ്കിൽ ഡിസ്ട്രസ്. ഇത് രണ്ടും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കോഷൻ, പ്രൂഡൻസ്, കെയർഫുൾനെസ്. നമ്മൾ കെയർ എന്നൊക്കെ പറയില്ല, കെയർഫുൾനെസ് അല്ല കെയർ, അതിന് പറയും. വേർനെസ് എന്നൊരു അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ രണ്ട് രീതിയിൽ അതിന് ഉപയോഗിക്കും. ഒന്ന് ഒരു വാർണിംഗ് ആകാം, കോഷൻ അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയും. അല്ലെങ്കിൽ പറയാം ഒരു സസ്പീഷൻ, ഒരു വിശ്വാസമില്ലായ്മ, ഓർ ഡിസ്ട്രസ് എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. യാ, Ramya started a business after 2 years. She benchmarked her. Yes, great. US Federal Bank is to fix benchmark interest by December 15, 2021. Yes. He was benchmarked based on his performance. Yes, he was. Our attitude and stance will be benchmarked in the interview. Yes. Sit in proper stance, otherwise you may suffer later. Oh, yes. Investing capital is the benchmark to start a new business. Okay. Happiness and sadness walk in tandem throughout the life. Yes. Okay. The benchmark of competitive exams depend on the question level. Yes. Okay. Yes. അടുത്ത് നോക്കിയാൽ ചോളിഷ് എന്ന വാക്കിന്റെ അർത്ഥം റൂഡ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നാളെ പറഞ്ഞായിരുന്നു ചോളിഷ്നെസ് എന്ന് പറഞ്ഞായിരുന്നു, റൂഡ് മാനറിന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ചോളിഷ് എന്ന അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഇറ്റ്സ് അഡ്ജക്റ്റീവ്. നൗൺ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ പറയണം ചോളിഷ്നെസ് എന്ന് പറയും. അപ്പൊ ചോളിഷ് എന്ന് പറഞ്ഞാൽ റൂഡാണ്, ഇൽ മാനേർഡ് ആണ്, ഡിസ്കേർട്ടിയസ് ആണ്, അൺസിവിൽ ആണ്. അല്ലെങ്കിൽ യു ക്യാൻ സേ എന്താ പറയാ, നമ്മൾ എന്താ പറയാ, എന്താ പറയാ, ഇംപൊളൈറ്റ് ആയിട്ടുള്ള, പൊളൈറ്റ് അല്ലാത്തൊരു യൂസേജ് സ്വഭാവമാണെങ്കിൽ യു ക്യാൻ സേ ഹീസ് എ ചോളിഷ് പേഴ്സൺ. ഹീസ് ചോളിഷ്. ഇംപൊളൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇംപൊളൈറ്റ് പേഴ്സൺ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ഹീസ് ചോളിഷ് എന്ന് പറഞ്ഞാൽ തന്നെ ഷീസ് ചോളിഷ് എന്ന് പറഞ്ഞാൽ ഷീസ് റൂഡ് എന്നൊരു അർത്ഥമാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് കാണാം. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത് നോക്കാം. അടുത്തത് ഡിസെന്റ് എന്ന വാക്കിനർത്ഥം ഡിസെഗ്രിമെന്റ് ആണ് കേട്ടോ. ഡിസെഗ്രിമെന്റ് നൗണായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് ഉപയോഗിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴും നമ്മൾ പറയുന്നതാണ്. നൗണായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഡിസെഗ്രിമെന്റ്, ആർഗ്യുമെന്റ്, ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറയാം. അതേപോലെ വേർബ് അയക്കുമ്പോൾ ഡിസ്പ്യൂട്ടിങ്, വഴക്കുണ്ടാക്കുക, ഡിസപ്രൂവ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഡിസ്പ്യൂട്ട്, ഡിസപ്രൂവ് എന്നൊക്കെ വേർബായിട്ടും യൂസേജ് ഉണ്ട്, ഓർത്ത് വെച്ചുള്ള. ഓക്കെ, സോ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഡിസെഗ്രിമെന്റ് ഉണ്ട്, ആർഗ്യുമെന്റ് ഉണ്ട്, ഡിസ്പ്യൂട്ട് ഉണ്ട്. അതേ നൗണിനെ തന്നെ നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കും, ഡിസ്പ്യൂട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഡിസപ്രൂവ് ചെയ്യുക, എതിർക്കുക, ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ഡിസഗ്രി, ഡിസപ്രൂവ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ വേർബായിട്ട് വരുമ്പോൾ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സെൻറ്റൻസ്. പിന്നെ ഇൻ ടാൻഡമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, നമുക്ക് ഇൻ ടാൻഡം എങ്ങനെ ഉപയോഗിക്കാന്ന് പറയും. ഇപ്പം ഞാൻ പറയുകയാണ് ദ ടു എന്താ പറയുക, രണ്ട് പേര് അല്ലെങ്കിൽ ദ കപ്പിൾസ് ആർ വർക്കിംഗ് ഇൻ ടാൻഡം എന്ന് പറഞ്ഞാൽ, കപ്പിൾസ് ആർ വർക്കിംഗ് ഇൻ ടാൻഡം എന്ന് പറഞ്ഞാൽ ദേ ആർ വർക്കിംഗ് അറ്റ് ദ സെയിം ടൈം എന്നല്ല, വർക്കിംഗ് അലോങ് സൈഡ് ഈച്ച് അതർ, മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല വിട്ട് പോയിക്കൊണ്ടിരിക്കുക എങ്കിൽ യു ക്യാൻ സേ ഇൻ ടാൻഡം എന്ന് പറയും. രണ്ട് കൺട്രീസിനെ തമ്മിൽ, ദ കൺട്രീസ് ആർ ഹാവിങ് എ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കീപ്പിംഗ് ഡിസ്റ്റൻസ് ഓർ കീപ്പിംഗ് ദർ പൊളിറ്റിക്കൽ ടൈസ് ഇൻ ടാൻഡം, അലോങ് സൈഡ് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുകയാണെന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, അതാണ് ഒരു അർത്ഥം. ഇക്വേറ്റ് ചെയ്ത് പോവാണ് അറ്റ് ദ സെയിം ടൈം, അല്ലെങ്കിൽ അലോങ് സൈഡ് വിത്ത് ഈച്ച് അതർ എന്ന് പറയുന്ന അർത്ഥം അതാണ്. അല്ലെങ്കിൽ പറയാം എന്താണ് ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയാം. ഹാർട്ട്, ഓക്കെ, ദ ഹാർട്ട് ആൻഡ് ദ lungs, the heart and the lungs can be transplanted in tandem at the same time. സെയിം സമയത്ത് ഹാർട്ടും ലങ്ങും നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ടാൻഡം കൂടെ ഉപയോഗിക്കുമെന്ന് വിചാരിച്ചോ, അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എപ്പോഴും വിത്ത് ആണ്, അത് ഓർത്ത് വെച്ചോളാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്,
Okay. India's contract with നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തൊക്കെ പറഞ്ഞു. അപ്പോൾ I'll say India's contract with China and Russia will go in tandem, will run in tandem or go in tandem with the existing one. ഇപ്പോൾ ഉള്ള ഒരു ഇതിൻ്റെ അനുസരിച്ച് തന്നെ കൂടെ. ഓക്കെ, സെയിം ഗോ ഇൻ ലോങ് സൈഡ്, അതുള്ളതിൻ്റെ കൂടെ തന്നെ പോവാം, കൂടെ. സോ ദാറ്റ് മീൻസ് വിത്ത് എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഒരുമിച്ച് പോകാമെന്നല്ല അർത്ഥം. അതുകൊണ്ട് വിത്ത് എന്ന ഒരു പ്രിപ്പോസിഷൻ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ദ ലോക്കൽ കമ്മിറ്റി. ഫോർ എക്സാമ്പിൾ ഐ സേ ദ ലോക്കൽ കമ്മിറ്റി വർക്ക്ഡ് in tandem with the authority. The local committee worked in tandem with the authority. എന്ന് വെച്ചാൽ വർക്ക് ചെയ്തു, അവരോട് കൂടെ ചേർന്നു. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇൻ ടാൻഡമിൻ്റെ മീനിങ് ആൻഡ് യൂസേജ്. ഇൻ ടാൻഡം ഒരുപാട് പേര് ഡൗട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ ടു. ഇപ്പോൾ ക്ലിയർ ആയോ? ഉപയോഗിക്കുമ്പോൾ വിത്ത് ഉപയോഗിക്കുന്നതിന് മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ഇതെന്താന്ന്. സെൻറ്റൻസുകൾ നോക്കട്ടെ. ഓക്കെ ഓക്കെ, ദ ബെഞ്ച് മാർക്ക് ഓഫ് അത് പറഞ്ഞിരുന്നു അല്ലേ. ദ യു ജി സി ക്വാളിഫിക്കേഷൻ ഇസ് ദ ബെഞ്ച് ഫോർ അപ്പോയിൻറ്റിംഗ് ലെക്ചേഴ്സ് ഇൻ കോളേജസ്. ഓക്കെ, ലെക്ചേഴ്സ് അല്ല കേട്ടോ സോനൽ, ലെക്ചറേഴ്സ്. ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീച്ച്, ഒരു ക്ലാസ് എന്നൊരർത്ഥമുള്ളൂ. ലെക്ചർ കേട്ടോ, നോക്കണേ. ഈ ലെക്ചർ എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്നർത്ഥം. ഒരു ക്ലാസ് അല്ലെങ്കിൽ സ്പീച്ച്, ഒരു ക്ലാസ് അല്ലെങ്കിൽ സ്പീച്ച് എന്നൊരർത്ഥമാണ് ഈ ലെക്ചറിൻ്റെ അർത്ഥം. എന്നാൽ ഈ ലെക്ചറർ ഇല്ലേ, ഇത് ലെക്ചററാണ്. ലെക്ചറർ, പ്രൊഫസർ എന്നൊക്കെ അർത്ഥം അറിയില്ലേ, പ്രൊഫസർ, ടീച്ചർ എന്നൊക്കെ അർത്ഥം, അത് ലെക്ചറർ. ഓക്കെ, വ്യത്യാസമുണ്ടേ. ഇപ്പോൾ സോണിൽ ഉദ്ദേശിച്ച ലെക്ചറാണ്. ഹി സ്റ്റാൻഡ്സ് ടുവേർഡ്സ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആർ അപ്രീഷിയബിൾ. ആർ അപ്രീഷിയബിൾ അല്ല ജീന, ഹി സ്റ്റാൻഡ്സ് സിംഗുലർ ആണ്, അവൻ്റെ സ്റ്റാൻഡ്സ്. അപ്പം സ്റ്റാൻസസ് എന്നല്ല ജീന പറഞ്ഞപ്പോൾ ഈസ് അപ്രീഷിയബിൾ ആണ് കേട്ടോ. My physical appearance generated awareness among the police. Okay, don't be churlish. Yes, very good. Awareness amidst of വേണ്ട, amidst എന്ന് പറയുന്ന പ്രപ്പോസിഷൻ, പിന്നെ ഓഫിന്റെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ. awareness amidst looming covid cases, അത് മതി. amidst among covid cases കുഴപ്പമില്ല. awareness കുഴപ്പമില്ല, അതാണ് കറക്റ്റ്. awareness amidst covid cases അല്ലെങ്കിൽ looming covid cases limited huge equity market investments. Her stance about the issue was submissive. Great. awareness മെസ്സേജ് ഇസ് മാൻഡേറ്റോ. വാർനെസ് മെസ്സേജ് പറയില്ല, അത് വെരി മെസ്സേജ് കൊടുക്കുക. വാർണിംഗ് മെസ്സേജ് ആണെങ്കിൽ വെരി മെസ്സേജ്, വെരി അതിൻ്റെ ആണ് അഡ്ജക്റ്റീവ്, വെരി ആണ് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കും, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ അത് ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ വാർനെസ് എന്ന് കൊടുക്കില്ല, വെരി മെസ്സേജ് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇസ് മാൻഡേറ്ററി വൈൽ വർക്കിംഗ് ഇൻ ഹാർംഫുൾ കെമിക്കൽ ഫാക്ടറി. ഉപയോഗിക്കാം. കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് അല്ല ഒരിക്കലും സിനോണിംസ്, കോംപ്ലക്സ് വേർഡ്സ് അല്ല, ദ സ്റ്റാൻഡേർഡ് ക്ലാസി വേർഡ്സ് ആണ്. അപ്പൊ ഏത് വേർഡ് ഉപയോഗിക്കണമെന്ന് അശ്വിനിക്ക് തീരുമാനിക്കാം. ഇഷ്ടമുള്ള വേർഡ് യൂസ് ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ ഇൻറ്റ്യൂഷൻ കേട്ടോ. He has to take those medicines with awareness as he is prone to allergies. Okay, the regimes imposed by the government and self-awareness among people should be in tandem to truncate the hike in road accidents. Okay, family is suffering a lot due to father's churlish behavior. My new village officer is a churlish man. Okay, my awareness increase in the exam hall due to the churlish അല്ല അവിടെ അശ്വതി, അവിടെ ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് നൗൺ ഒബ്ജക്റ്റ് അല്ല വേണ്ടേ. churlishness of the investigator, rudeness, churlish എന്നുള്ളതിന്റെ നൗൺ ഫോർമുലേഷൻ churlishness ആണ്, മറക്കല്ലേ പിള്ളേരെ. ഞാൻ ഇപ്പോഴും നേരത്തെ പറഞ്ഞല്ലേ അത് നൗൺ churlishness ആണ്. അപ്പൊ നൗൺ ആയിട്ട് ഉപയോഗിക്കും, അത് നൗൺ ആയിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ഇറ്റ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ. ഓക്കെ, അടുത്തത് ഷി ബിഹേവ്സ് churlish to hide her sorrows. Okay, her churlish stance provoked the roommates. Okay, the stance of management goes against the grain with employees' salary demands. Okay, churlish behavior of the children could be ratified through proper parenting. Okay, local markets mostly go in tandem with the global market rates. Great. Churlish behavior of police is criticized by High Court. Okay, churlish attitude will never help you to reach anywhere. He was expelled from the company due to his churlish manner. Don't show your dissent churlishly. Okay. Rudely, very good. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഡ്വേർബ് ആയിട്ടാണ്. ഗുഡ് അരുൺ, വെരി ഗുഡ്. Recent deals with Russian counterpart are in tandem with its aim to strengthen our defense hardware. Very good, very good. The RSMPs were suspended for their churlish behavior. Yes, we need to study in tandem with our life, otherwise we forget to live.
Okay. Due to the churlish behavior of him, ഓഫ് ഹിം എന്ന് കൊടുക്കരുത്, ബിഹേവിയർ ഓഫ് ഹിം എന്ന് കൊടുക്കരുത്, അത് യൂസേജ് തെറ്റല്ലേ. എങ്ങനെ കൊടുക്കണം? ഡ്യൂ ടു ഹിസ് ചേർലിഷ് ബിഹേവിയർ. ഇത്രയും കൊടുത്താൽ മതി കേട്ടോ ലച്ചു, കാരണം ഗ്രാമാറ്റിക്കലി അത് ഇന്നാക്യുറേറ്റ് ആയി പോകും. ഇങ്ങനെ കൊടുക്കുക, ഡ്യൂ ടു ഹിസ് ചേർലിഷ് ബിഹേവിയർ. ഓക്കെ, അവിടെ ഓഫ് ഹിം എന്ന് കൊടുക്കരുത് കേട്ടോ. ഓക്കെ, the girl shown her dissent in the marriage. Okay, Kerala's civil line project made dissent among the opposition party. Okay, Indian government has benchmarked BS as 6th standard for all sorts of vehicles in India. Okay, children will behave in churlish way if the parents behave towards them. If the parents behavior or parents in the apostrophe s, parents എന്ന് പറഞ്ഞാൽ parents കഴിഞ്ഞിട്ട് apostrophe s കഴിഞ്ഞിട്ട് apostrophe കൊടുക്കുക കേട്ടോ. Parents behave towards them is rude, then allow them is rude. Okay, India should maintain a balanced stance between Russia and the US. Yes, the father's attitude is always diplomatic when there is a dissent with me from my mother. Okay, okay, me and my mother. Okay, WHO has improved its air pollution benchmarks recently. Her churlish behavior made me angry. Dissentment. അതെന്തിനാ ഡിസെൻമെന്റ് പറഞ്ഞ ആജ്ഞ? ഡിസെന്റ് എന്ന് പറയുന്നത് ഇൻ ഇറ്റ് സെൽഫ് നൗൺ ആണ്, പിന്നെ ഡിസെൻമെന്റ് വേണ്ട. എങ്ങനെ കൊടുക്കണം? ദ ഡിസെന്റ് ഓഫ് ദ കമ്പനി ടു റേസ് ദർ വേജസ് അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് എന്ന് കൊടുക്കാം ആജ്ഞ. എന്നത് വായിച്ചു. ഓക്കെ, അപ്പോഴേക്കും കട്ട് ചെയ്യുന്നതിന് മുമ്പ് ദ കോൺട്രാക്ട് റിപ്പീൽ ഡ്യൂ ടു ഡിസെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഓക്കെ, the churlish character is not suitable for marketing manager job. Okay, the dissent among the couples were sorted out. Very good. Okay, moving on to next one. അടുത്ത വേർഡ്സ് നോക്കിക്കേ. പോസിറ്റ്. പോസിറ്റ് നമുക്ക് ഡിപ്പോസിറ്റ് അറിയാലോ, ഡിപ്പോസിറ്റ് ചെയ്യാം. പോസിറ്റ് എന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ പോസ്റ്റുലേറ്റ് ചെയ്യാം. പോസ്റ്റുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പുട്ട് ഫോർവേഡ്, മുന്നോട്ട് വെക്കുക. സബ്മിറ്റ്, പ്രെഡിക്കേറ്റ്, അസേർട്ട് എന്നൊക്കെ അർത്ഥം. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അസേർട്ട് ചെയ്യാൻ അർത്ഥം. അസേർട്ട് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക. അപ്പൊ പോസ്റ്റുലേറ്റ് ചെയ്യാം, അപ്പൊ മുന്നോട്ട് വെക്കുക കേട്ടോ. പോസിറ്റ് എൻ ഐഡിയ അല്ലെ, പോസിറ്റ് എൻ ഐഡിയ, പോസിറ്റ് എ വാർണിംഗ്, പോസ്റ്റുലേറ്റ്, പുട്ട് ഫോർവേഡ് എ വാർണിംഗ്, സബ്മിറ്റ് എ വാർണിംഗ് എന്നൊക്കെ പറയില്ലേ. പോസിറ്റ് ഓർത്ത് വെച്ചോളാം. പോസിറ്റ് ഇസ് എ വേർബ് കേട്ടോ. പോസിറ്റ് ഒരു വേർബ് ആണ്. ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേർബായിട്ട് നൗൺ ആയിട്ട് ഉപയോഗിക്കും നമ്മൾ. പക്ഷെ പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേർബ്. ഓക്കെ, പോസ്റ്റുലേറ്റ്, പുട്ട് ഫോർവേഡ്, സബ്മിറ്റ്, പ്രെഡിക്കേറ്റ് ഓർ അസേർട്ട് ഓർ സ്റ്റേറ്റ്. അടുത്ത വാക്കാണ് കാർഡിനൽ. നമുക്കറിയാം കർദിനാൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നൗൺ ആയിട്ട് ഉപയോഗിക്കും കാർഡിനൽ കേട്ടോ. കാർഡിനൽ, ബിഷപ്പിനൊക്കെ നമ്മൾ പറയില്ലേ കാർഡിനൽ ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞ കാർഡിനൽ എന്നൊരു നൗൺ ഉണ്ട് ഈ പൊസിഷനിലിരിക്കുന്ന പേര്, ഹെഡ്. എന്നാൽ അല്ലാതെ അഡ്ജക്റ്റീവ് ആയിട്ട് കാർഡിനൽ ഉപയോഗിക്കുമ്പോൾ ഓർത്ത് വെച്ചോളാം എല്ലാവരും, കാരണം നമ്മൾ കാർഡിനൽ എന്ന് പറഞ്ഞ് ഉപയോഗിക്കില്ലല്ലോ, കർദിനാൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാർഡിനൽ എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ നമ്മൾ എക്സാമിനൊക്കെ വരാറുണ്ട്. അർത്ഥം ഇതേ ഉള്ളൂ. യു നോ കാർഡിനൽ സിൻസ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? കാർഡിനൽ സിൻസ് ഒക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഫണ്ടമെന്റൽ, ബേസിക്, അഡ്ജക്റ്റീവ് ആണ്. മെയിൻ, പ്രൈം, ചീഫ് എന്നൊക്കെയാണ് അർത്ഥം. ഫണ്ടമെന്റൽ, ബേസിക്, മെയിൻ, ചീഫ്, പ്രൈം എന്നൊക്കെയാണ് കാർഡിനൽ എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഡോണ്ട് forget. The dissent between two states over Mullaperia Dam is still going on since long. Yes, yes. All right. Doctor and essay the bulletin points use ചെയ്യുമ്പോൾ ഇടയ്ക്ക് പോയിന്റ്സ് ആയിട്ട് പറയാൻ ഇല്ലില്ല. റുഹാന ഉദ്ദേശിക്കുന്ന നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എസ്സേ ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരു സെഷൻ ചെയ്തതല്ല വൈറ്റിയിൽ കേട്ടോ. എസ്സേക്ക് ഒരിക്കലും ബുള്ളറ്റിൻ പോയിന്റ്സ് കൊടുക്കരുത്. അത് എവിടെയാണെന്നറിയോ? നിങ്ങൾ ഈ UPSC ലെവൽ എക്സാം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ റെഫർ ചെയ്യുമ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എസ്സേയുടെ പാറ്റേൺ. അത് നിങ്ങൾ കാണുന്ന മൊത്തം UPSC പാറ്റേണാണ്. UPSCയിലെ പാറ്റേണിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ചോദിക്കുന്നത് ചോദ്യം എന്താ, കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സോഷ്യൽ സയൻസിൽ ഒരു എസ്സേ ചോദിക്കുമ്പോൾ ഇൻ ദ സെൻസ് UPSCയിലെ എക്സാം ഡിസ്ക്രിപ്റ്റീവിൽ ചോദിക്കുമ്പോൾ നിങ്ങളോടിപ്പോൾ ചോദിക്കുകയാണ് അബൌട്ട് ദി ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫോറിൻ പോളിസികളെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ചോദിച്ചാൽ അവിടെ കണ്ടന്റിനേക്കാളും ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ, ഗ്രമാറ്റിക്കൽ ആക്യുറസി ആൻഡ് യൂസ് ഓഫ് വൊക്കാബ്സ് ആണ്. അപ്പോൾ അതാണ് പ്രശ്നം. സോ ഡോണ്ട് യൂസ് ബുള്ളറ്റിൻ പോയിന്റ്സ്. ഓക്കെ, there should be awareness among people to escape from the leverage of Omicron. Okay, yes, though I don't agree with your stance of joining this job, yet I respect your decision. Okay, great. He used not to sit in stands during class hours. Okay. The churlish behavior of husband and wife brought their children to awareness in love. Okay. There always occurs some dissent between officers and politicians while dealing with government matters. Great, Krish. Great. Yes. അവിടെ സം ഡിസെന്റ് വേണ്ട കേട്ടോ.
there always occurs descent between. അത് മതി. സം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലേ, അപ്പൊ ഈസ് അവിടെ ഉപയോഗിക്കില്ല. സം ഒന്ന് കട്ട് ചെയ്താൽ മതി കൃഷി കേട്ടോ. സം എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ സെൻസില, സം ഡിസെൻസ് എന്ന് വരേണ്ടി വരും. അപ്പൊ ഇത് വേണ്ട, സം അതും കട്ട് ചെയ്തോളൂ. ഓക്കെ. ദ natives living on the downstream of Periyar river live in very fearing outburst of dam and subsequent flooding. അതിലെ വേർഡ് യൂസേജ് ഒരു പ്രശ്നം ഉണ്ടല്ലോ. The natives living on the downstream of Periyar river live in vareness എന്ന് കൊടുക്കുക. അവിടെ വേറെ എന്ന നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് എക്സ്പ്രഷൻ അല്ല വേണ്ടേ. live in vareness about the outburst of dam and subsequent flooding കേട്ടോ. അവിടെ വേർനെസ് അല്ലെങ്കിൽ വേർനെസ് എന്ന് കൊടുത്തിട്ട് ഫിയറിംഗ് കൊടുത്തു, അപ്പൊ കറക്റ്റ്. ഇൻ വേരി എന്ന് കൊടുത്തിട്ട് ഫിയറിംഗ് വരില്ല കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. In vareness, fearing outburst of dam and subsequent flooding. Naufal, okay. Government posit new policies for the state. Jisma government singular aanu, appo posits singular verb kodukka. Okay. The friends planned for a trip, but among them one dissented the plan. Okay. Discourteous behavior of Ram led his relationships in chaotic situation. Okay. Farmers protesting in Delhi were initially wary of Sender's intentions. Okay. The company posit their rules and regulations. He posit കേട്ടോ. The company posit, ആജ്ഞ company posits അല്ലെങ്കിൽ posited past tense കൊടുക്കുക. കാർത്തിക് അതുപോലെ തന്നെ he posits അല്ല, he posits സിംഗുലർ എങ്കിൽ സിംഗുലർ വേർബ് ആയിട്ട് നിങ്ങൾ കോൺകോഡ് ഞാൻ എന്നും പറയുന്നതാണ്. സബ്ജക്ട് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ. posits his idea of a college radio this year. Okay. The cardinal of this government should, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? the fundamental of this government ആണോ? the cardinal what of this government ആണ് ഉദ്ദേശിക്കുന്നത് സ്നേഹ. cardinal of എന്ന് പറയില്ല, the cardinal government, the fundamental government, the basic government അതാണോ ഉദ്ദേശിക്കുന്നത്? should posit new schemes for women empowerment. the fundamentals അതാണോ ഉദ്ദേശിക്കുന്നത് of this government? ഫണ്ടമെന്റൽസ് എന്നുള്ളത് നൗൺ ആയിട്ട് ഉപയോഗിക്കും, പക്ഷെ ഇവിടെ കാർഡിനൽ എന്ന് പറയുന്നത് നൗൺ ആയിട്ട് ഉപയോഗിക്കില്ല, അഡ്ജക്റ്റീവ്. ഇവിടെ ആ നൗൺ കാർഡിനൽ എന്ന് പറഞ്ഞാൽ ആ ഹെഡാ, ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് പറയില്ല ഇവിടെ. കാർഡിനൽ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, കർദിനാൾ ബിഷപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, റിലീജിയൻ ആ ടൈറ്റിൽ, അതാണ് കാർഡിനൽ. അല്ലാതെ ഇവിടെ നൗൺ ആയിട്ട് ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെഴുതാത്തത്, കൃത്യമായിട്ട് എടുത്തെഴുതാത്ത കേട്ടോ. കൊടുത്തു വെച്ചോളൂ കേട്ടോ സ്നേഹ. വർക്കേഴ്സ് ഡിസെന്റ് ഇൻ വർക്കേഴ്സിന്റെ ഡിസെന്റ് അല്ലേ, അപ്പൊ അപ്പസ്ട്രോഫി എസ് കൊടുത്ത്, എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുത്ത് വിനീത. വർക്കേഴ്സിന്റെ ഡിസെന്റ് ഇൻ വർക്കിംഗ് ഹസാർഡസ് work environment resulted in strike. The cardinal thing one must have to study for the exam. The cardinal thing one must have to study for exam is self-confidence. Okay. My colleagues praise me when they realize the great idea was posited by me. Okay. The cardinal priority should be in fully vaccinating people in order to ward off Omicron. Okay. Dissent of a parents leads to separate them. Mutual understanding is the cardinal thing for a good relationship. Okay. Some citizens dissent to Switzerland's new amendment that legalizes suicide machine, but government had posited their bill in parliament, which was their benchmark. Okay. The thesis was posited to head of the department. The management posited the development projects to foster the sales to content their market share. Oh God. So പറഞ്ഞ എല്ലാം കൂടി ഉപയോഗിച്ചിട്ടുണ്ടോ? Okay. Let's see. Grandfather is the cardinal of my ഇല്ലില്ല, ഹെഡ് ആ ഹെഡ് പറയില്ല കേട്ടോ വിനീത, ഞാൻ പറയുന്നല്ലോ. ഇവിടെ കാർഡിനൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർദിനാൾ പറയില്ല, ഞാൻ വീണ്ടും എടുത്ത് പറയാം മക്കളെ. കർദിനാൾ എന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ ബിഷപ്പിന്റെ ഒക്കെ ഇത് ആ ടൈറ്റിലാണ് പറഞ്ഞത്, അല്ലാതെ ഹെഡ് എന്നൊരു മീനിങ് കാർഡിനലിനില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ കാർഡിനൽ ഓഫ് മൈ എന്ന് കൊടുക്കരുത്. അപ്പൊ നിങ്ങളതൊരു വേണമെങ്കിൽ ഒരു ഇഡിമാറ്റിക് യൂസേജിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഗ്രാമാറ്റിക്കലി അത് ഈ പറയുന്ന സംഭവം അല്ലെങ്കിൽ മീനിങ് ഫുള്ളി അത് കറക്റ്റ് അല്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്താണ് ഫോസ്റ്റർ. ഫോസ്റ്റർ എ ചൈൽഡ് എന്ന് കേട്ടിട്ടില്ലേ? വളർത്തുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക. സോ വേർബിനും പല മീനിങ് ഉണ്ട്. എൻകറേജ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ ഉണ്ട്. പിന്നെ വളർത്തുക, ബ്രിങ് അപ്പ്, റേസ്, റെയർ എന്ന് പറയുമ്പോൾ ഓർക്കണേ, REAR അല്ല, REAR ആണ്, RARE റെയർ അല്ല. വേർബ് റെയർ ആണ്. റെയർ സംബഡി അല്ലെ, വളർത്തുക, ബ്രിങ് അപ്പ്, റെയർ, റേസ് എന്നൊക്കെ അർത്ഥം. എൻകറേജ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഫോസ്റ്ററിന്റെ അർത്ഥം. ഫോസ്റ്റർ യുവർ ടാലന്റ് കേട്ടിട്ടില്ലേ? പ്രൊമോട്ട്, എൻകറേജ് യുവർ ടാലന്റ് എന്നൊക്കെ പറയില്ലേ? ഫോസ്റ്റർ ഹിസ് ടാലന്റ് ഇൻ സിംഗിങ്, അവന്റെ പാട്ടിലുള്ള ടാലന്റ് എന്ന് വളർത്തിയെടുക്കുക, എൻകറേജ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ? ദാറ്റ്സ്. അതാണ് സാങ്ക്വിൻ. ഒരു തവണ ഞാൻ മാരത്തണിൽ ചെയ്തപ്പോൾ സാങ്ക്വിന്റെ സ്പെൽ ചെക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. സാങ്ക്വിന്റെ ശ്രദ്ധിക്കണേ, സാങ്ക്വിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒപ്റ്റിമിസ്റ്റിക് എന്നാണ്, അഡ്ജക്റ്റീവ് ആണ്.
ഓപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവ്, ഹോപ്പ്ഫുൾ, ബോയന്റ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സാങ്ക്വിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ, SANGUINE, സാങ്ക്വിൻ. ഓക്കെ, അടുത്തത് കണ്ടന്റ്. കണ്ടന്റ് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 2 കണ്ടന്റ് വരണം, CONTENT, കണ്ടന്റ് വരണം. കണ്ടന്റ് കണ്ടന്റ് നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കുന്ന കണ്ടന്റ്. ഓക്കെ, ഈ കണ്ടന്റിന്റെ അർത്ഥം അസേർട്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്, ഒരു അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഫേസ് ചെയ്യുക, ഫേസ്, എൻകൗണ്ടർ അല്ലെങ്കിൽ കോപ്പ് വിത്ത്. കോപ്പ് അപ്പ് വിത്ത് അല്ല, കോപ്പ് വിത്ത്, യൂസേജ് കറക്റ്റ്. എൻകൗണ്ടർ, ഫേസ് ചെയ്യുക, എൻകൗണ്ടർ ചെയ്യുക, കോപ്പ് ചെയ്യുക എന്നർത്ഥം. കോപ്പ് വിത്ത് ഡിഫിക്കൽറ്റി, ഫേസ് എ ഡിഫിക്കൽറ്റി, എൻകൗണ്ടർ എ ഡിഫിക്കൽറ്റി, എൻകൗണ്ടർ എ ട്രബിൾ. അത് എന്നാൽ ഈ കണ്ടന്റിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം, നൗൺ ആയിട്ട് നമ്മൾ പറയും. കണ്ടന്റ് ആണെന്ന് നമ്മൾ എന്ത് പറയും? സാറ്റിസ്ഫൈഡ് ആണല്ലേ നമ്മൾ കണ്ടന്റ്. ടേബിൾ ഓഫ് കണ്ടന്റ് എടുത്ത് പറയും, ടേബിൾ ഓഫ് കണ്ടന്റ്സ് പറയില്ല, ആ കണ്ടന്റ് ഉണ്ട്, അത് വേറെ. സംതൃപ്തി എന്നൊരു അർത്ഥമുണ്ട് കണ്ടന്റിന്റെ, നൗൺ അല്ലേ. സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള വേർബ് ഉണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ, സംതൃപ്തിപ്പെടുത്തുക. വേറെ പാസിഫൈ ചെയ്യുക, സമാധാനിപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്. സൂത്ത് ചെയ്യുക, സമാധാനിപ്പിക്കാത്ത അർത്ഥം. പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംതൃപ്തി, കണ്ടന്റ് ആണ്. ഫുൾ എന്നാണ് അർത്ഥം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ, ഫുള്ളാണ്, വി ആർ ഫുൾ, ആ അർത്ഥം. നൗണായിട്ട് പറയില്ലേ, കംപ്ലീറ്റ് ആയിട്ട്, ഫുൾഫിൽമെന്റ് എന്നൊക്കെ പറയില്ലേ, അത്. അത് നൗണായിട്ട് കേട്ടോ, ഓർത്ത് വെച്ചിടണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ്. ഈ രണ്ടും മാറി മാറി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് കൺഫ്യൂസിങ് വേർഡ്സിൽ. കണ്ടന്റും കണ്ടന്റും രണ്ടാണ്. അപ്പോൾ രണ്ടും ഡി ആണെങ്കിൽ അതിൽ അസേർട്ട് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. കൂടാതെ എൻകൗണ്ടർ ചെയ്യുക, കോപ്പ് ചെയ്യുക, കോപ്പ് വിത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. എതിർക്കുക, മനസ്സിലായോ? അതിനെ എന്താണ്, അഭിമുഖീകരിക്കുക. ദാറ്റ്സ് ഇറ്റ്. വ്യത്യാസം ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഫോസ്റ്റർ, നർച്ചർ കറക്റ്റ് ആണ്, നർച്ചർ കറക്റ്റ് ആണ്. എൻകറേജ്, നർച്ചർ, യെസ് യെസ് യെസ്, നർച്ചർ. ഓക്കെ, മദർ ഓൾവേസ്, ഫോസ്റ്റർ ആണോ ഷിബില? ഫോസ്റ്റേഴ്സ്, മദർ സിംഗുലർ അല്ലേ? നിങ്ങൾ കോൺകോഡ് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, ഞാൻ പിന്നെയും പറയുന്നുണ്ടേ, നിങ്ങളത് ശ്രദ്ധിക്കില്ല. അതെ, അക്കോർഡിംഗ് ടു എപ്പിക്യൂറിയൻ ഫിലോസഫി, the cardinal unit of life is pleasure and enjoyment. Okay, I felt myself proud when they contacted me to the cardinal guest in the family. Oh great, educational is cardinal. Yes, I liked his cardinal approach in solving the problem. My husband fosters me in my exam. Oh my god, അവിടെ അപ്പസ്ട്രോഫി കൊടുക്കരുതായിരുതി. വെർബിൻ, നൗണിന്റെ കൂടെ മാത്രമേ നമ്മൾ അപ്പസ്ട്രോഫി കൊടുക്കുകയുള്ളൂ, വെർബിന്റെ കൂടെ ഒരിക്കലും നമ്മൾ അപ്പസ്ട്രോഫി കൊടുക്കില്ല. അവിടെ വെറുതെ കൊടുത്താൽ മതി. മൈ ഹസ്ബൻഡ് ഫോസ്റ്റേഴ്സ് മീ, ഹെൽപ്സ് മീ, encourages me, nurtures me, ആ സംഭവം. promotes me. The business analysis posited the idea of adding some more requirements to customers to enhance its features. Okay, this being a cardinal problem to our society. This has been a cardinal problem to our society. അല്ലേ വിഷ്ണു? this has been Gautam, this has been a cardinal problem to our society. എവിടെ ബീൻ വെറുതെ വന്നിട്ടുണ്ട് മീനിങ് വരുമോ? വീത്രി വെറുതെ ഇട്ടാൽ മീനിങ് വരുമോ? വീത്രിയോട് ഹാസോ ഹാവോ ഹാഡോ ഒക്കെ വേണ്ടേ? ഓക്കെ, the project leader posited some of the new ideas towards his boss to restructure the company. Okay, lack of my cardinal at English. അവിടെ കാർഡിനൽ എന്ന് പറയുമോ അശ്വതി? ഇല്ല, ചെയ്യില്ല, യൂസ് ചെയ്യില്ല. ഫണ്ടമെന്റൽസ് ആണോ ഉദ്ദേശിക്കുന്നത്? ബേസിക്സ് ആണോ? ഇവിടെ ബേസിക് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്, ബേസിക്സ് എന്ന നൗൺ അല്ല. ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് ഇവിടെ നൗൺ അല്ല, അഡ്ജക്റ്റീവ് ആണ്. ഞാൻ പിന്നെയും അത് എടുത്തു പറഞ്ഞു, ഓർത്തേക്കണം. ഓക്കെ, തെറ്റാണത്, യൂസേജ് തെറ്റാണ് അശ്വതി. I foster myself to prepare seriously after failure in two exams. Okay, Bharat Petroleum Corporation fosters financial support to Roshni project, which helps to uplift the education of children of migrant workers. Okay, cardinals are nominated by the Pope and form the sacred college which elects succeeding popes. Got it. അവിടുത്തെ കാർഡിനൽ കറക്റ്റ് ആയിട്ട് യൂസേജ് ആണ്. അവിടെ നമ്മുടെ ശരിക്കുള്ള കർദിനാലാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഇംപ്ലിമെന്റ്സ് വേരിയസ് സ്കീംസ് ടു ഫോസ്റ്റർ ദ സ്റ്റാർട്ടപ്പ് കമ്പനീസ്. ഓക്കെ, mother always fosters her children. കേട്ടോ, we need to foster village industries for an overall development. Such a churlish attitude do not suit your personality. The RBI announced its new monetary policy which kept the repo rate unchanged at 4%, retained its accommodative policy stance. Okay, cardinal features of calams are
highly appreciable. Okay, fundamental features. Okay, the dissent of China and US in the matters of trade made the latter to partially boycott the Winter Olympics held in the Formosa land. Formosinte, Formos, MER കഴിഞ്ഞിട്ട് apostrophe കൊടുക്കുന്ന ആൻവരി sanguineness. Sanguineness അല്ല, sanguinity ആണെന്ന് തോന്നുന്നു. Sanguinity ആണ് ലക്ഷ്മി. I attracted everyone. Sanguinity and sanguineness, sanguine എന്നുള്ള adjective ആണ്. Pollution is a cardinal problem in our society. Yes, primary problem. Some motivation will foster our mood for a long time, for a little time, and some doesn't. Okay, yes. Some doesn't പറയോ? Some doesn't പറയോ? ഇല്ല. Some don't. Some എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതലില്ലേ? അപ്പോൾ സമ്മിൻ്റെ കൂടെ സിംഗുലർ കൊടുക്കാൻ പറ്റില്ല. Some don't. കേട്ടോ ഗൗതം? നമ്മൾ പഠിച്ചതാണിത്. സമ്മിൻ്റെ കൂടെ don't. My father always foster me for my ideas. Okay. The cardinal missionaries foster the views of beliefs and sanguine in believers. Sanguinity in believers, optimism in believers. കേട്ടോ ദീപ? അടുത്തത് കണ്ടന്റ് ഓഫ് മാറ്ററിലെ കണ്ടന്റ്, ഈ കണ്ടന്റ് അതിന്റെ കണ്ടന്റ്, ടേബിൾ ഓഫ് കണ്ടന്റ്, ഉള്ളിൽ എന്താ ഉള്ളത് അത്. അടുത്തത് okay, we hope the upcoming financial budgets will be sanguine. Okay, they contented in examinations. അവിടുത്തെ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താ? മെയിൻറ്റെയിൻഡ് ഇൻ എക്സാമിനേഷൻ. മെയിൻറ്റെയിൻഡ് വാട്ട് ഇൻ എക്സാമിനേഷൻ? അസർട്ടഡ് വാട്ട്? കണ്ടന്റഡ് എന്ത്? ഒബ്ജക്റ്റ് വന്നേ. മൈ ഫാദർ ഓൾവേസ് ഫോസ്റ്റേഴ്സ് മീ ഫ്രോം ഐഡിയാസ്. ഓക്കെ. Defense Minister posited a comprehensive inquiry against recent helicopter crash carrying several decorated army officials. Okay. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഞാൻ ചെയ്യാറില്ല നോർമലി. ഐ ഡു MCQs അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ വൊക്കാബ് സെഷൻസ് ആണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറ്. ടോപ്പിക് വൈസ് ആയിട്ട് ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ ചെയ്യില്ല. പെയ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് കേട്ടോ. PM is the cardinal of our nation. Okay. Humane need to content. പിന്നെ ഫണ്ടമെന്റൽ ക്ലാസ്സുകൾ 1-2 ഉണ്ട്. കേരള PSCയുടെ എടുത്തു നോക്കിയാൽ ഫൗണ്ടേഷൻ ക്ലാസ്സിന് എടുത്തു കൊടുത്താൽ കാണാം കേട്ടോ കൃഷ്. PM is the cardinal of our nation. അതാ പറഞ്ഞേ നൗഫൽ. ആ കാർഡിനൽ എന്ന് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കാറില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഹ്യൂമൻ നീഡ് ടു കണ്ടന്റ്. ഹ്യൂമൻ സ്പെല്ലിംഗ് തെറ്റാണ്. ഹ്യൂമൻ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. ഹ്യൂമൻ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന HUMAN ആണ്. ഹ്യൂമൻസ് നീഡ് ടു കണ്ടന്റ് വിത്ത് ദി ചേഞ്ചിങ് എൻവയൺമെന്റ്. Even though I contented great difficulties during my my studies, the results are content. Okay. Her sanguine attitude and perseverance accounts for her success. One's sanguine attitude always attracts people to them. Okay. Barber Balan was the only one who fostered actor Ashok Raj during childhood. Okay. Be sanguine in tough times. Be sanguine thinking must need for an individual. Must need എന്ത്? നീഡ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒബ്ജക്റ്റ് വേണം കേട്ടോ സൗമ്യ. നീഡ് ഇസ് എ ട്രാൻസിറ്റീവ് വെർബ്, അതിന് ഒബ്ജക്റ്റ് വേണം. ഇൻഡിവിജ്വൽ എന്തിനു വേണ്ടിയിട്ട്? നീഡ് വാട്ട് എന്നുള്ളത് വരും അവിടെ. ഓക്കെ. ഹെൽപ്പിംഗ് ഹിസ് ഗ്രോത്ത് ഇൻ കരിയർ. വിത്ത് സാങ്ക്വിൻ എന്ന് പറയില്ല. വിത്ത് കഴിഞ്ഞിട്ട് നൗൺ കൊണ്ടാണ്. വിത്ത് സാങ്ക്വിനിറ്റി ഐ വിൽ സെലിബ്രേറ്റ് ദിസ് ഇയേഴ്സ് ക്രിസ്മസ് വിത്ത് മൈ പേരൻസ് എന്ന് കൊടുക്കാം. ഹി പോസിറ്റഡ് ഹിസ് തീസസ് സക്സസ്ഫുള്ളി. ഓക്കെ. വൺ ഷുഡ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കണ്ടൻസ് വരെ ലച്ചു? ഷുഡ് മോഡൽ ഓക്സിലറിക്ക് ശേഷം V1 കൊടുക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, സ്ലാക്ക്. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൾ, പോസ്, തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക്, റെസ്പൈറ്റ്, ബ്രേക്ക്. നൗൺ ആയിട്ട് ഉപയോഗിക്കും, വേർബ് ആയിട്ട് ഉപയോഗിക്കും, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. ദ നൗണ് ലൾ, പോസ്, റെസ്പൈറ്റ് ഒക്കെ നൗണ്. വേർബാണ് റിഡ്യൂസ്, ലെസൺ ഒക്കെ സ്ലാക്കിന്റെ ഇതാണ്. അഡ്ജക്റ്റീവ് ആയിട്ട് ലൂസ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചോണേ. ഇനി മാറിപ്പോയതൊന്നും യൂസ് ചെയ്യുമ്പോഴേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളയരുത്. ഇത് നൗണ്. ഓക്കെ. അടുത്താണ് പെർസിസ്റ്റന്റ്ലി. അഡ്വേർബ് ആണ്. പെർസിസ്റ്റന്റ് അഡ്ജക്റ്റീവ്, പെർസിസ്റ്റന്റ്ലി LY വന്നപ്പോൾ അഡ്വേർബായി. കണ്ടിന്യൂസ്ലി, എൻലെസ്ലി, കോൺസ്റ്റന്റ്ലി, എല്ലാത്തിലും LY കണ്ടില്ലേ? ഈ LY കട്ട് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനും കിട്ടി. അതുപോലെ അണ്ടർമൈൻ, ഇറോഡിയ, വേർ അവേ, സബ്വേർട്ട്, നശിപ്പിക്കുക, സബ്വേർട്ട് ചെയ്യുക, മൊത്തം ഒന്ന് മാറ്റിക്കളയുക. വേർ അവേ, ഇറോഡിയ, എല്ലാം അർത്ഥം അണ്ടർമൈൻ ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ. ഹിസ് ആക്സിഡന്റ് കണ്ടന്റ് him with difficulties. Okay. The commoners resented against the frequent hike in fuel prices recently. Okay. Perseverance and a sanguine attitude is cardinal to
all aspiring candidates in competitive exams. Okay, his sanguine attitude recovered him from illness. I will contend whatever comes my way. Okay, you will encounter. The Indian government has continued to support the people of Afghanistan for their ongoing poverty crisis. Content with ആണ് വരേണ്ടത്. ഒരു സെക്കൻഡ്. കണ്ടന്റിന്റെ വിത്ത് അല്ല, കണ്ടന്റിന്റെ ആയിട്ട് ഒബ്ജക്റ്റ്, വിത്തും ബൈയും ഒന്നും അല്ല, ഒബ്ജക്റ്റ് കൊടുക്കുക. ഒബ്ജക്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒബ്ജക്റ്റ് ആവട്ടെ അതിന് ശേഷം. There is awareness in the chopper crash, which was trusted bird according to the Defense Department. Okay, yes. Strong willpower is the cardinal factor of success. If you can't foster students preparing for competitive exams, let's not discourage them. Yes. His foster parents was very low. Ramsey, his foster parents, plural, were very kind to him. Good kato. കോമ്പറ്റീഷൻ ആണോ കണ്ടന്റിന്റെ ഉദ്ദേശിച്ചത്? ഇല്ല, കണ്ടന്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. നോക്കി, കണ്ടന്റിന് കോമ്പറ്റീഷൻ എന്നൊരു അർത്ഥം ഇല്ലല്ലോ, അങ്ങനൊരു അർത്ഥം ഇല്ല. അപ്പൊ പിന്നെ ആ കണ്ടന്റിന് എൻഡിക്ക് വേർബായിട്ട് മാത്രമേ അതിന് ഉപയോഗിക്കുള്ളൂ. മറ്റേ കണ്ടന്റ് ആണ് നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ അതിന്റെ മീനിങ് തെറ്റിയില്ലേ? ഓക്കെ, ദേ കണ്ടന്റഡ് ഇൻ എക്സാംസ്. ഉദ്ദേശിക്കുന്ന എന്താ? അവിടെ കണ്ടന്റഡ് എന്താ ഉപയോഗിച്ചത്? അസേർട്ടഡ് ആണോ? ഫേസ് ആണോ? കണ്ടന്റഡ് ഇന്ന് വരില്ല. കണ്ടന്റഡ് എക്സാംസ്, ദേ ഫേസ്ഡ് എക്സാംസ് കൊടുക്കുക. Sanguine leaders has contended government explicitly. Okay, the government should create a sanguine atmosphere among the people in order to reduce the suicide cases. Heathcliff was the foster son of Mr. Earnshaw. Worthy latter found him from a gang of wandering gypsies. Wuthering Heights, Agna, literature student aanale. Persistently he reaches the way of failure. India has been a promoter of green energy to slack carbon emission. Okay. His sanguinity helps him to contend the atrocities happen in his life. Okay, arrival of coronavirus lagged the growth of Indian economy. Yes, it is. Juncture ഓർത്തോക്ക, point. At this juncture എന്ന് പറഞ്ഞാൽ at this time, at this point, at this moment, at this phase എന്നൊക്കെ അർത്ഥം. Now, വേറൊരു അർത്ഥം കൂടി ഉണ്ട് ജങ്ചറിന്. ജംഗ്ഷൻ, ജോയിന്റ്, ലിങ്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. ആ ലിങ്ക്, ആ ജോയിന്റ് ചെയ്യുന്ന സ്ഥലം ജംഗ്ഷൻ എന്നൊക്കെ അർത്ഥമുണ്ട്. രണ്ടുണ്ട്, പോയിന്റ്, ടൈം, ഫേസ് എന്നൊക്കെ ഉണ്ട്. വേറെ ജങ്ചറിന് ജോയിന്റ്, ജംഗ്ഷൻ, ലിങ്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. ആൻഡ് അടുത്തത് ഫെറി. നിങ്ങൾക്കറിയാം ഫെറി നൗണായിട്ട് ഉപയോഗിക്കും. ഫെറി ആസ് എ നൗൺ ഉണ്ട്. ഞാനിവിടെ എഴുതാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഫെറി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഫെറി നൗണായിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്ര, ഫെറി ബോട്ട് അല്ലേ? ഫെറി ബോട്ട് നമ്മൾ ചുമ്മാ ഉപയോഗിക്കുന്ന ബോട്ടില്ലേ, ആ ബോട്ടിനാണ് ഫെറി എന്ന് പറയാം. ബോട്ട്, ഫെറി ഇസ് എ ബോട്ട്. പാസഞ്ചർ ബോട്ടിന് ഫെറി എന്ന് പറയും. പാസഞ്ചർ ബോട്ടിന് പറയുന്ന പേരാണ് ഫെറി. ഓക്കെ, എന്നാൽ ഫെറി എന്ന് പറയുന്ന വേർബ് ഉണ്ട്. അപ്പൊ പാസഞ്ചർ ബോട്ട് ഫെറി, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്താത്താണ്. ഫെറി എന്ന് പറയുന്ന വേർബ് ഉണ്ട്. അതിന്റെ മീനിങ് ഇതാണ്, ട്രാൻസ്പോർട്ട് ചെയ്യുക, കൺവേ ചെയ്യുക. സെയിം, ക്യാരി, ബെയർ, ടേക്ക്. ഫെറി ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, കൺവേ ചെയ്യുക, ക്യാരി, ബെയർ, ടേക്ക് ഒക്കെയാണ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. ട്രോപ്പിക്കൽ റീജിയൻ റിസീവ്സ് റെയിൻ പെർസിസ്റ്റന്റ്ലി, കണ്ടിന്യൂസ്ലി. യെസ്. അടുത്താണ് ജെൻവിൻ. ജെൻവിൻ എന്ന് പറഞ്ഞാൽ ഒത്തന്റിക്, റിയൽ, ബോണഫിഡേ ആൻഡ് ഒറിജിൻ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഫ്രഞ്ച് വേർഡാണ് ഇത്, ബോണഫിഡേ. ബോണഫിഡേ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ജെൻവിൻ എന്നൊക്കെയാണ് അർത്ഥം. ഇത് ഒരു, ഓർത്ത് വെച്ചോണേ, ഫോറിൻ വേർഡ്സിൽ പെടുന്നവയാണ് ബോണഫിഡേ. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസിൽ പെടുന്നതാണ് ബോണഫിഡേ. അർത്ഥം ജെൻവിൻ, ഒത്തന്റിക് എന്നൊക്കെയാണ്. സെയിം മീനിങ്. ഓക്കെ, അപ്പോൾ അത്. അടുത്ത പെരിഷ്. പെരിഷ് എന്ന് പറഞ്ഞാൽ ഡൈ, ഫോൾ, എക്സ്പയർ, സ്പോട്ട്. സോറി, സ്പോട്ട് എന്ന് വന്നില്ല, അത് മാറിപ്പോയതാണ്. റോട്ടാണ് ഉദ്ദേശിച്ചപ്പോൾ മാറിപ്പോയതാ. സ്പോട്ടില്ല, റോട്ട്, ഡികെ, നശിക്കുക. പെറിഷ്യ, ഇല്ലാണ്ടാവുക, ദാറ്റ് ഇസ് ഇറ്റ്. റോട്ട്, ഡികെ, ഡൈ, ഫോൾ, എക്സ്പയർ, അതാണ് മീനിങ്. അടുത്താണ് ഇംപെററ്റീവ്. നൗണായിട്ട് ഉപയോഗിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, എസെൻഷ്യൽ തിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇംപെററ്റീവ് എന്ന് പറയാം. ഇറ്റ്സ് ആൻ ഇംപെററ്റീവ്, കേട്ടിട്ടില്ലേ? അല്ലാതെ അഡ്ജക്റ്റീവായിട്ട് പറയാം. പെറംറ്ററി, സിഗ്നിഫിക്കൻറ്റ്, മാൻഡറ്ററി, ക്രിട്ടിക്കൽ എന്ന, ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് ഇംപെററ്റീവിന്. നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അടുത്താണ് ബെലിജറൻറ്റ്. ബെലിജറൻറ്റ് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ബട്ട് ഇവിടെയല്ല, നമ്മുടെ റൂട്ട് വേർഡ്സിൻ്റെ ക്ലാസ്സിൽ. റിമെമ്പർ, ഐ ഗെസ്, റൂട്ട് വേർഡ്സ് വെച്ചിട്ട് വൊക്കാബ് പഠിക്കാനുള്ള നമ്മുടെ വേർഡ്സ് വേർഡ് സീരീസ് മറന്നോ? അതിൻ്റെ അകത്ത് ഞാൻ ബെലിജറൻറ്റ് പറഞ്ഞു. ബെൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫിയർ, സോറി, വോർ അല്ലേ? വോർ ഓർ ഫൈറ്റ് എന്നാണ് അർത്ഥം. ഗ്രീക്ക് വാക്കാണ് അല്ലേ, വോർ ഓർ ഫൈറ്റ്. ഓക്കെ, റൂട്ട് വേർഡ് എവിടെ നിന്ന് വന്നാണ്? ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം
war or fight എന്ന്. അപ്പോൾ belligerent എന്ന് പറഞ്ഞാൽ hostile adjective ആണ്. belligerent ആണെങ്കിൽ hostile, പോട്ടി, എതിരാളി, hostile ആയിട്ടുള്ള, എതിരെയുള്ള. aggressive, pugnacious എന്ന് പറഞ്ഞാൽ വഴക്ക്, fighting always, അതാണ്. ഒരു തമ്മി കണ്ട enmity, അതിനെയാണ് pugnacious എന്ന് പറയാം. ഓക്കെ, സോ ഹോസ്റ്റൈൽ, അഗ്രസീവ്, പഗ്നേഷ്യസ് എന്നൊക്കെയാണ് ബെലിജറന്റ് അർത്ഥം. അപ്പോൾ ബെല്ലി എന്നൊരു വാക്ക് കേട്ടാൽ എപ്പോഴും ഓർത്താൽ മതി വോർ ലൈക്ക് ഫൈറ്റ് എന്നൊക്കെയാണ് ഗ്രീക്കിൽ. എന്നാൽ അതേസമയം നമ്മൾ ലാറ്റിനിൽ ബെൽ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്, ബ്യൂട്ടി എന്നൊരു അർത്ഥമുണ്ട്. ബെൽ, അതാണ് ബെല്ല, ഇസബെല്ല എന്നൊക്കെ പേര്. അപ്പം ലാറ്റിൻ പദമല്ല ഞാനിവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് ബെല്ല് ഗ്രീക്ക് ബെല്ലാണ്. ഗ്രീക്ക് ബെല്ലി, ബെൽ എന്നൊക്കെ അർത്ഥം വോർ അല്ലെങ്കിൽ ഫൈറ്റ്. ഓക്കെ, അടുത്ത വാക്കാണ് മിൻസ്. മിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്യുക, അരയ്ക്കുക, അല്ലെങ്കിൽ ക്രമിൾ, ഒന്ന് തപ്പിത്തടയുക, ക്രമിൾ ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, കട്ടിയായി പോവുക, സ്കിപ്പ് ചെയ്യുക, വാഡിൽ, ഒരു വേവറി ആയിട്ടുള്ള അവസ്ഥ. മിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കട്ട് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്യുക, ക്രമിൾ ചെയ്യുക, ഒരു വേവറി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, വാഡിൽ എന്നൊക്കെ അർത്ഥം ഉണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. ദാറ്റ് ഈസ് മിൻസ് എന്നുള്ള കാര്യം, വേർബാണേ. ഓക്കെ, ബോണഫിഡേ എന്ന് പറഞ്ഞിട്ടാണ് ഒറിജിനൽ ഒതന്റിക് എന്നാണ് അർത്ഥമുള്ളൂ. അപ്പോൾ ബോണഫിഡെ എഗ്രിമെന്റ് പറയാം, ഒറിജിനൽ എഗ്രിമെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഹായ് അമൽ, എവിടെയായിരുന്നു? ഓക്കെ, എവിടെ വരെ എത്തിയായിരുന്നു നമ്മൾ? ഓക്കെ, ഐ കണ്ടന്റഡ് വിത്ത് ഹിസ് ബിഹേവിയറോ? അവിടെ ഉദ്ദേശിക്കുന്ന കണ്ടന്റഡ് എന്താ ഉദ്ദേശിക്കുന്നത്? അത് തെറ്റാ, അത് ശരിയല്ല അശ്വതി. കണ്ടന്റ് എന്ന വേർബിന്റെ കൂടെ നമ്മൾ മറ്റേ കണ്ടന്റ് ആണെങ്കിൽ ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ബിഹേവിയർ, അതാണെങ്കിൽ ഇതല്ല. അവിടെ TNT ആണ്, ഐ ആം കണ്ടന്റഡ്, TENTED, കണ്ടന്റഡ്. ഐ ആം കണ്ടന്റഡ് വിത്ത് ഹിസ് ബിഹേവിയർ. നിങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ആ കണ്ടന്റ് ആണ്, അതാണ് പറയുന്നത്. അറ്റ് ദിസ് ജങ്ക്ചർ ഇന്ത്യൻ മിലിറ്ററി ഈസ് ഇൻ വോയിഡ്. ഓക്കെ, ദ മദർ sings a lullaby to slack her kids cry. It is better to share your ideas with a sanguine person, otherwise there is high chance of getting negative comments. Okay, yes. To tackle for a competitive examination persistently, study is mandatory. Study is mandatory അല്ല, learning is mandatory അങ്ങനെ പറയാം. learning is mandatory കൊടുക്കാം. ഓക്കെ സൗമ്യ, സ്റ്റഡി ഈസ് മാൻഡേറ്ററി തെറ്റാ. സ്റ്റഡി എന്ന് പറയുന്ന നൗൺ അല്ല, ഇറ്റ്സ് എ വേർബ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്റ്റഡീസ് ആർ മാൻഡേറ്ററി എന്ന് കൊടുക്കാം. The existence of sun is depend on ആണോ? existence of sun depends on, അത് മതി കേട്ടോ. The existence of sun depends upon, persistently fusion അല്ല കൊടുക്കേണ്ട, ഗൗതമിങ്ങനെ കൊടുക്കുക. The existence of sun depends upon fusion and fission of gases persistently, അങ്ങനെ കൊടുക്കുക. The existence of sun depends on അല്ലെങ്കിൽ depends upon fusion and fission of gases persistently. English Channel is one of the busiest ferries in the world. Okay, അവിടെ എന്താ സുവർണ്ണ ഉദ്ദേശിക്കുന്ന? ഫെറീസ് ബോട്ടായിട്ടാണോ ഉദ്ദേശിച്ചത്, അതോ വേർബായിട്ട് ഫെറി ആണോ ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അവിടെ ഫെറി, ട്രാൻസ്പോർട്ടേഷൻ എന്ന ഒരു മീനിങ്ങിൽ നമ്മൾ ഫെറി അത് ഉപയോഗിക്കാറില്ല കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളാം. പെർസിസ്റ്റന്റ്ലി ഒക്കറിംഗ് വിർലന്റ് വേരിയൻസ് ഓഫ് COVID-19 ലീഡിംഗ് ടു മിസ്റ്റീരിയസ് ലൈഫ്. അവിടെ മീനിങ് വന്നിട്ടില്ല ദീപ. ദ പെർസിസ്റ്റന്റ്ലി ഒക്കറിംഗ് വിർലന്റ് വേരിയൻസ് ഓഫ് COVID-19 ഈസ് ലീഡിംഗ് ടു മിസ്റ്റീരിയസ് ലൈഫ്, അങ്ങനെ കൊടുക്കാം. അവിടെ വേർബ് കൊടുത്തില്ലേ പിന്നെ മീനിങ് തെറ്റാവും. ഫോസ്റ്റർ പേരൻസ്, അതെന്തുകൊണ്ടാണ് ഫോസ്റ്റർ പേരൻസ് എന്ന് വരുന്നതെന്നറിയോ? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. റേച്ചൽ, എല്ലാ നൗണിനും നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, ഡാൻസ് പാർട്ടി, റേച്ചലിനോട് ഞാൻ ക്ലിയർ ആക്കി തരാം. ഫോസ്റ്റർ പേരൻസ് പറയും ഡാൻസ് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് നൗണ്. ഡാൻസ് പാർട്ടി എന്ന് പറയുമ്പോൾ ഡാൻസിന് വേണ്ടിയുള്ള പാർട്ടി. സോ ഡാൻസ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഡാൻസ് എഴുതുമ്പോൾ പറയോ ഡാൻസ് വേർബായിട്ട് ഉപയോഗിക്കും, നൗണായിട്ട് ഉപയോഗിക്കും. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന എപ്പോഴും എഴുതുമോ? ഇല്ല. അപ്പോൾ ഓർക്കുക, രണ്ട് നൗൺ അടുപ്പിച്ച് വന്നാൽ എപ്പോഴും ഓർത്താൽ മതി തൊട്ട് മുമ്പിലുള്ള നൗണ് അവിടെ എന്തായിരിക്കും? അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അഡ്ജക്റ്റീവ് ആയിരിക്കും. അതാണ് ഫോസ്റ്റർ പേരൻസിൽ വന്നേക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കണേ. വി ക്യാൻ എക്സ്പെക്ട് സ്ലാക്ക്, അത് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് റീച്ചിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ പോയാൽ ഇത് മനസ്സിലാവുള്ളൂ. വി ക്യാൻ എക്സ്പെക്ട് സ്ലാക്ക് ദ ഫ്യൂവൽ, we can expect slack the fuel price. We can expect slacking the fuel price and formed recharge price. എങ്ങനെ ബോണഫിഡെ ട്രസ്റ്റ്ഫുൾ എവിഡൻസ് എന്ന അർത്ഥമുണ്ട്. ട്രസ്റ്റ്ഫുൾ എവിഡൻസ്, അതാണല്ലോ ഒത്തന്റിക് എന്ന് പറഞ്ഞേ. അതുകൊണ്ടല്ലേ ഒത്തന്റിക് എന്ന് ഞാൻ പറഞ്ഞത്. ബോണഫിഡെ എന്ന് പറഞ്ഞാൽ ഒത്തന്റിക് എന്നർത്ഥം. കോൺസ്റ്റന്റ് വർക്കിംഗ് ഇസ് ഇമ്പെറേറ്റീവ് ടു ക്രാക്ക് കോമ്പറ്റീവ് എക്സാംസ്. ചില സ്കോളർഷിപ്പിനൊക്കെ ബോണഫിഡെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അതാ പറഞ്ഞത് ഒത്തന്റിക് സർട്ടിഫിക്കറ്റ് വേണമെന്ന അർത്ഥം. Industries, people will not perish in life. Dog and cat are belligerent to each other കൊടുക്കാം കേട്ടോ.
Dog and cat. Avade Karthika verb evade. Dog and cat are. My mother minced onion for biryani. Okay. A sanguine attitude towards problem in life. Problems in life. A sanguine attitude towards problems in life are quintessential. Okay. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നൗഫലെ വേർബ് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇല്ല. സാങ്ക്വിൻ ആറ്റിറ്റ്യൂഡ് ആണ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ്. അതിനെന്ത് കൊടുക്കണം? ഈസ് കൊടുക്കുക. A sanguine attitude towards problems in life is quintessential. The government decided to mince the tax on RT-PCR tests in airport. Okay. It is impossible to canton careless people. Kind of is great. Okay. All right. Okay. Since my mind is fully clouded, I thought to give a slack to my studies. Okay, perish opposite. Yes, perish opposite cherish aanu. Yes, it is. I am more than happy to forward your love letter to her. Okay. Her persistently worked alla. He worked persistently. A worked in shesham persistently kodukka. He worked persistently for his aim. During cross examination, the prosecution witness turned to be belligerent. Okay. I minced the difficult portion of WCPO exam. Okay. It is imperative to ensure that all software used in the company are genuine. Okay. I liked noun ആയിട്ട് ഉപയോഗിച്ചാൽ തെറ്റാണ് കേട്ടോ. സുവർണ്ണ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. I like the genuine taste of food. Okay. His belligerent behavior is very irritating. The genuinity doesn't ferries to. ഡസൻ ഫെറീസ് വരില്ല ദീപ. ഡസൻറ്റിൻ്റെ കൂടെ പിന്നെ ഡുവോ ഡസ്സോ ഡിഡിൻ്റെ കൂടെ എപ്പോഴും V1 വരാറുള്ളൂ. ഡസൻറ്റ് കഴിഞ്ഞിട്ട് ഫെറി ടു പെറിഷ് ഇൻ ലൈഫ് എന്ന് കൊടുക്കാം. മിൻസിങ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. കട്ടിങ് ബ്രേക്ക്ഫാസ്റ്റോ? ആ കട്ട് മീൻസ് കട്ട് എന്നല്ലേ, സ്കിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ട്രഡീഷണൽ വാല്യൂസ് പെറിഷ് ഓവർ ടൈം. ഓക്കെ. ഹിസ് ബെലിജറന്റ് നേച്ചർ ഓഫ് ബിഹേവിയർ results in so many enemies towards him. Okay. Women will be minced when her husband plagues demanding more and more dowry. Okay. All right. Belligerent behavior creates many problems in life. Don't perish for him. Okay. Yes, editorial analysis ആണ്. Yes, we are moving on. പിടിച്ചോളൂ ആർട്ടിക്കിൾ. എനിക്ക് എല്ലാവരെയും പറയുന്നവരെ ഞാൻ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ അർച്ചന? നമ്മുടെ എല്ലാവരുടെയും എനിക്ക് സെന്റൻസ് വായിച്ചു നോക്കണ്ടേ? ബിക്കോസ് ദേ ഗിവ് മീ എ സെന്റൻസ് ആൻഡ് ഐ ഹാവ് ടു അഡ്രസ് ദം, റൈറ്റ്? സോ ലെറ്റ്സ് ഗോ വിത്ത് ആർട്ടിക്കിൾ. ഇന്ന് നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, എല്ലാവരും ലൈക്ക് ചെയ്ത് പോകണം ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ഷെയർ ഇട്ടോ കേട്ടോ. അപ്പോൾ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് എവ്രി വൺ. അപ്പോൾ നമുക്ക് നോക്കാം. ഒമിക്രോൺ ഷാഡോ ആണ് ഇന്നത്തെ ആർട്ടിക്കിൾ. എന്തിനെ പറ്റിയ? RBI-നാണ്. So RBI may need to act to ward off price pressures sooner rather than later. അപ്പോൾ വേഗമാട്ടെ, വേഗം വേണം. എന്താ നോക്കേണ്ടത്? RBI എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? മേ നീഡ് ടു ആക്ട് ടു. അപ്പം ആവശ്യമാണ് ടു ആക്ട്, ഒരു ആക്ട് ചെയ്യാൻ, അതായത് ടു ടേക്ക് ആക്ഷൻ ടു വാർഡ് ഓഫ് പ്രൈസ് പ്രഷേഴ്സ്. വാർഡ് ഓഫ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിവെന്റ്, ടു കോസ് അല്ലേ, ടു പ്രിവെന്റ് സംതിങ്. എന്താ? പ്രൈസ് പ്രഷേഴ്സ് ഇതാക്കാനുള്ളതിനെ ഒന്ന് വാർഡ് ഓഫ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. പ്രൈസ് പ്രഷേഴ്സ് വരാതിരിക്കാൻ പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒമിക്രോൺ കാരണമാണ് കേട്ടോ, അതിനെ പറയുന്നത്. ഒരു ഒമിക്രോൺ ഷാഡോയിലാണ് നിൽക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഓതർ ഈസ് ടെല്ലിംഗ് ഹിയർ. നോക്കാം. RBI may need to act to ward off price pressures sooner rather than later. Okay. Okay, clear? പോവാം. അപ്പോൾ നോക്കാം. The RBI's latest monetary policy action of maintaining status quo on benchmark interest rates. The policy stance as well as the full year GDP growth and inflation projections stem largely from awareness of the risk posed by the Omicron variant of the novel coronavirus. Announcing the bi-monthly policy, Governor Shaktikanta Das observed that headwinds from global developments were the main risk to the domestic outlook, which was now somewhat clouded by. അപ്പോൾ നമ്മുടെ RBI-യുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി ആക്ഷൻ അനുസരിച്ച് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയിൽ കറണ്ട് നമ്മുടെ സ്റ്റേറ്റിലെ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റുകൾ, ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോളിസിയുടെ സ്റ്റാൻസ് അനുസരിച്ച് ഫുൾ GDP ഗ്രോത്തും എന്തിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഏതിനൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഉള്ളത്, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതിനൊക്കെയാണ്? ഓൺ ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ഒന്ന് ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റിന്, രണ്ടാമത്തെ പോളിസി സ്റ്റാൻസിന്, ആസ് വെൽ ആസ് ഫുൾ GDP ഗ്രോത്ത് ആൻഡ് ഇൻഫ്ലേഷൻ പ്രോജക്ഷൻസ് ആണ് നമ്മൾ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവയെല്ലാമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഒരു ബൈമന്ത്ലി പോളിസി ഈ ഒമിക്രോണിൻ്റെ ഒരു ഭാഗത്ത് ഇതൊക്കെ റിസ്ക് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു റിസ്ക് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഒമിക്രോൺ വേരിയൻറ്റ് കേട്ടോ.
അതിൽ പറയുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഗവർണർ ശക്തികാന്ത, നമ്മുടെ RBI ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത ദാസ് പറയാണ്, പുള്ളിക്കാരൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഹെഡ്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ നടക്കുന്ന ദിശയ്ക്ക് എതിരെ വരുന്ന എന്ത് കാര്യങ്ങളും, വിൻഡ് ഫ്ലോയിങ് അല്ലെ, വിൻഡാണ്. ആ വിൻഡ് അഗൻസ്റ്റ് നമ്മൾ നടക്കുന്ന രീതിയിൽ എതിരായിട്ട് വരുന്നതിനാണ് ഹെഡ്വിൻഡ് എന്ന് പറയാം. അപ്പോൾ ഗ്ലോബൽ ഡെവലപ്മെന്റിന് എതിരെയുള്ള ഹെഡ്വിൻഡുകൾ നമുക്കുണ്ട്. ഒരുപാട് റിസ്ക് ആണ്. ഇപ്പം അതൊരു ഡൊമസ്റ്റിക് ഔട്ട്ലുക്കിനെ നമ്മൾ ഒരുപാട് ബാധിക്കുന്നു. ഈ പറഞ്ഞ എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇറ്റ് ഇസ് സംവോട്ട് ക്ലൗഡഡ്. ഇപ്പം അത് കുറേ ക്ലൗഡഡ് ആണ്, നമുക്ക് ക്ലിയർ അല്ല, ഡ്യൂ ടു ദി ഒമിക്രോൺ വേരിയന്റ് ഓഫ് COVID-19. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്, എന്തൊക്കെ ഹെഡ്വിൻസ് നമ്മുടെ മുമ്പിലോട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല, ബിക്കോസ് ഓഫ് ഒമിക്രോൺ വേരിയന്റ് ഓഫ് COVID-19 എന്നാണ് ഇവിടെ നമ്മുടെ ഗവർണർ പറയുന്നത്. With the key drivers of demand in economy, private investment and private consumption still lacking meaningful momentum. The monetary policy committee had opted to continue with its growth supportive accommodative policy stance so as to enable a durable and broad-based recovery, he said. While it may sound churlish to question the MPC stand, given that the ongoing recovery from last fiscal's record contraction is still yet to register and across the board expansion from pre-pandemic levels, the fact that one of the നമ്മുടെ ഓതർ പറയുന്ന വായിച്ചു നോക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ ഇക്കോണമിയുടെ കീ ഡ്രൈവേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആരാണ്? ഒന്ന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും അടുത്ത പ്രൈവറ്റ് കൺസംഷൻ, അല്ലെ ഡിമാൻഡും കൺസംഷനും അതുപോലെ വന്നാലേ ഇക്കോണമി സെറ്റ് ആവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്കോണമിയെ പറ്റിയുള്ള ഒരു കാര്യം പറഞ്ഞത് അതാണ് മെയിൻ ഡ്രൈവേഴ്സ് ആയിട്ട് നമ്മുടെ ഇക്കോണമിയിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണം, അടുത്ത പ്രൈവറ്റ് കൺസംഷൻ വേണം, അല്ലെ, കൺസ്യൂമേഴ്സ് കൂടുതൽ വേണം. അപ്പോൾ എന്നാൽ അതിന് മൊമെന്റം ലാക്ക് ചെയ്തോണം, അതിൻ്റെ ഒരു പേസ് ഇങ്ങനെ ലാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി പറയുന്നു ഗ്രോത്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള അക്കോമഡേറ്റീവ് പോളിസി സ്റ്റാൻസ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സോ ആസ് ടു എൻ്റെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രോഡ് ബേസ്ഡ് റിക്കവറി നമുക്ക് കൊണ്ടുവരാം എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. എന്നാൽ അതേ സമയത്ത് അത് അത്യാവശ്യം റൂഡായിട്ട് തോന്നുവാണ്. ഇറ്റ് മേ സൗണ്ട് റൂഡ് ടു ക്വസ്റ്റൻ ദ MPCയുടെ സ്റ്റാൻഡ് പക്ഷേ കുറച്ചുകൂടെ അതിന് നമ്മൾ റൂഡായിട്ട് ക്വസ്റ്റൻ ചെയ്യുന്ന പോലെ തോന്നും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺഗോയിങ് റിക്കവറി, ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഫിസിക്കൽ ഇയർ എടുക്കുവാണെങ്കിൽ, അതായത് കഴിഞ്ഞ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ, നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൺഗോയിങ് റിക്കവറി എന്ന് പറയുന്നതിൽ എന്താ സംഭവിക്കുന്നത്? അതൊരു കൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിനി രജിസ്റ്റർ ചെയ്തെടുക്കണം, ഒരു കൃത്യമായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്തെടുക്കുക വരുമ്പോഴേക്കും പ്രീ പാൻഡമിക് ലെവലിൽ നമ്മൾ എടുത്ത് നോക്കണം. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞായിരുന്നു ശരിക്കും റിക്കവറി നടന്നു വെച്ചാൽ നേരിയ ഒരു റിക്കവറി ചെറുതായിട്ട് വരുന്നു എന്ന് പറയും. എന്നാൽ അതേ സമയത്ത് ഒരു വേവറിംഗ് ആയിട്ടുള്ള ഇതാണ് ഇക്കോണമിയിൽ നടക്കുന്നതെന്ന് പറയുന്നു. അതാണ് ഇവിടെയും സൂചിപ്പിക്കുന്ന കാര്യം. ദ ഫാക്ട് ദാറ്റ് one of the 6 members of rate setting panelsലെ ഒരു 6 മെമ്പേഴ്സിലെ ഒരാൾ കേട്ടോ, one of them has disagreed on the policy stance for a third consecutive time cannot be ignored. അപ്പോൾ മൂന്നാമത്തെ തവണയും തേർഡ് കോൺസിക്യൂട്ടീവ് ടൈമിൽ കറക്റ്റായിട്ട് മൂന്നാമത്തെ തവണയും ഒരാൾ പറഞ്ഞു, നമ്മുടെ 6 അംഗ ബോർഡിലെ ഒരാൾ പറഞ്ഞു ഇതിനെതിരാണ്, ഡിസഗ്രി ചെയ്തു, who had dissented, disagreed, disapproved. ഈ പോളിസിയുടെ എതിര് പറഞ്ഞു. അതായത് സ്റ്റേറ്റിംഗ് ഇൻ ഒക്ടോബറിൽ അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യാണ്, അദ്ദേഹം അസേർട്ട് ചെയ്യാണ് ദാറ്റ് ദ അപ്സൈഡ് റിസ്ക് ടു ലോങ് ടേം ഇൻഫ്ലേഷൻ ആൻഡ് ടു ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഹാഡ് ബിക്കം മോർ അഗ്രവേറ്റഡ്. അപ്പോൾ അഗ്രവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ പറയുക, ട്രിഗർ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഇറിറ്റേറ്റ് ചെയ്യുക. അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ ആകപ്പാടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ എന്താണ് ലോങ് ടേം ഇൻഫ്ലേഷൻ ഗോൾസ് ആണ്, എക്സ്പെക്ടേഷൻസ്, നമ്മുടെ ലോങ് ടേം ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഒരു ഇറിറ്റേറ്റഡ് രീതിയിലോട്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ മെമ്പറായ ജയന്ത് വർമ്മ ഹാഡ് ടു അറ്റ് ദ ടൈം കോഷൻഡ് ദ കമ്മിറ്റി അഗൈൻസ്റ്റ് ഫോളോയിങ് ഇൻ ടു എ പാറ്റേൺ ഓഫ് പോളിസി മേക്കിംഗ് ഇൻ സ്ലോ മോഷൻ ഗൈഡഡ് ബൈ എൻ എക്സ്റ്റെൻസീവ് ഡിസൈർ ടു അവോയ്ഡ് സർപ്രൈസസ്. അദ്ദേഹം ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ കോഷൻ ചെയ്തായിരുന്നു, വോൺ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ഒരു പോളിസി മേക്കിംഗ് പാറ്റേൺ ഇങ്ങനെ സ്ലോ മോഷനിൽ വരികയാണെങ്കിൽ പിന്നീട് എന്താണ് അങ്ങനെ ചെയ്താൽ നിങ്ങളത് സ്ലോ മോഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവസാനം സർപ്രൈസ് ആയിട്ട് അത് വരും. സോ അവോയ്ഡ് സർപ്രൈസസ്. അതുകൊണ്ട് അത് അങ്ങനെ ആക്കാതെ കുറച്ചുകൂടെ പോളിസി ഒന്ന് സെറ്റാക്കി വരാനുള്ളത് അദ്ദേഹം നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പം ഒന്ന് കോഷൻ ചെയ്തായിരുന്നു, ഇങ്ങനെ ചെയ്യരുത്. ഹി വാസ് എഗൻസ്റ്റ് ദാറ്റ്, ഈ സ്ലോ മോഷൻ പോകുന്നതിന് എതിരായിരുന്നു. കാരണം സർപ്രൈസ് അവോയ്ഡ് ചെയ്യും ഇങ്ങനെ സ്ലോ മോഷനിൽ പോയില്ലെങ്കിൽ എന്ന് അദ്ദേഹം നേരത്തെ വോൺ ചെയ്തായിരുന്നു. വൈൽ ഹിസ് സ്പെസിഫിക് റീസൺസ് ഫോർ വോട്ടിംഗ് അഗൻസ്റ്റ് ദ ഗ്രീൻ, ഇദ്ദേഹമാണ് വോട്ട് അഗൻസ്റ്റ് ദ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റ്യൂഷനെതിരെ
and the gains this week are not immediately available, that the MPC is for now prioritizing growth over price stability is clear. അപ്പോൾ ആലോചിച്ച് നോക്കാം, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹം ഇൻറ്റ്യൂഷനെതിരെയാണ് ഇതാക്കി. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ. എന്ത് റീസൺസ് ആണ് അദ്ദേഹം, ഒരു സ്പെസിഫിക് റീസൺസ് ആണ് ഇതിനെതിരെ ഇൻറ്റ്യൂഷനെ കറക്റ്റ് നെഗേറ്റ് ചെയ്ത് കളയാനുള്ള അദ്ദേഹത്തിന്റെ ആ റീസൺസ് എന്താണെന്ന് ഇവിടെ അവൈലബിൾ അല്ല. അത് MPCയുടെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് MPC മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താ, പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്താ, ഗ്രോത്ത് ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. MPC എപ്പോഴും എക്കോണമിയുടെ ഗ്രോത്ത് ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പ്രയോറിറ്റൈസിങ് ഓവർ എന്ത്, പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി അല്ല ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതിവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രൈസ് സ്റ്റെബിലിറ്റി അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ, ഗ്രോത്ത് ആണ്, അവർ എക്കോണമിയുടെ ഗ്രോത്ത് ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, മുൻഗണന കൊടുക്കുന്നത്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. അടുത്തത് നെക്സ്റ്റ് പാരഗ്രാഫിലാണ് ഗവർണർ ദാസ്, who acknowledged his criticality of taming inflation when he asserted price stability remains a cardinal principle for monetary policy as it fosters growth and stability, however, seems to be sanguine about the outlook of retail prices, contending that winter arrivals could help bring down vegetable prices, which had spiked in October, contributing to a marginal quickening in headline CPI inflation. That month, Mr. Das has banked on optimism in asserting that the slack in economy may limit the pass-through of cost push pressures that have kept core retail inflation persistently. ഗവർണർ ദാസ് പറയുന്നത് വെച്ചാൽ അദ്ദേഹം ക്രിട്ടിക്കലായിട്ട് അക്നോളജ് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കാലിറ്റി നമ്മൾ ടൈം ചെയ്യുന്നുണ്ട്, നമ്മൾ നറിഷ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ്റെ ക്രിട്ടിക്കാലിറ്റി അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് അറിയുന്നത്? അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. മോണിറ്ററി പോളിസിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, വളരെ പ്രൈമറി ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് മോണിറ്ററി പോളിസിയുടെ. അപ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അദ്ദേഹം അസേർട്ട് ചെയ്യുന്നുണ്ട്, ക്ലെയിം ചെയ്യുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ കാരണമുണ്ട്. കാര്യം അതാണ് ഫോസ്റ്റർ ചെയ്യുന്നത് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഗ്രോത്തിനെയും സ്റ്റെബിലിറ്റിക്കും എൻകറേജ് ചെയ്യുന്നത്, ഈ ഫോസ്റ്റർ ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്, നറിഷ് ചെയ്യുന്നത് ഈ പറയുന്ന പ്രൈസ് സ്റ്റെബിലിറ്റി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അതാണ് മോണിറ്ററി പോളിസിയുടെ ഏറ്റവും പ്രൈമറി പ്രിൻസിപ്പിൾ എന്ന് പറയുകയാണ്. എന്നാൽ അതേസമയം at the same time, however, എന്നിരുന്നാലും yet still it seems to be sanguine about the outlook of rude about the outlook of retail prices. റീറ്റെയിൽ പ്രൈസസിന്റെ ഔട്ട്ലുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ അത് ഇച്ചിരി റൂഡായിട്ട് നമുക്ക് തോന്നും. കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അസേർട്ട് ചെയ്യുക അല്ലെ, അസേർട്ടിങ് ദാറ്റ്. അപ്പോൾ അസേർട്ടിങ് ദാറ്റ് വിന്റർ അറൈവൽസ് വുഡ് ഹെൽപ്പ് ബ്രിങ് ഡൗൺ. വിന്റർ അറൈവൽസ് വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ കൊളാപ്സ് ചെയ്യാൻ സമ്മതിയായിരിക്കും, താഴോട്ട് വരാൻ സമ്മതിയായിരിക്കും, ലെസൺ ആവാൻ സമ്മതിയായിരിക്കും. വെജിറ്റബിൾ പ്രൈസിന്റെ കുറവായിരിക്കും, വെജിറ്റബിൾ പ്രൈസസിന്റെ പൈസ കുറയും എന്നൊരു അസേർട്ടേഷൻ ഉണ്ടായിരുന്നു. അസേർട്ടിങ് ഓക്കെ, അദ്ദേഹം പറഞ്ഞിട്ട് ക്ലെയിം ചെയ്തിരുന്നു, അസേർട്ട് ചെയ്തായിരുന്നു. വിച്ച് ഹാഡ് സ്പൈക്ഡ് ഇൻ ഒക്ടോബർ, കോൺട്രിബ്യൂട്ടിംഗ് ടു എ മാർജിനൽ ക്വിക്കനിങ് ഇൻ ഹെഡ്ലൈൻസ് CPI ഇൻഫ്ലേഷൻ. അപ്പോൾ അത് ഒക്ടോബറിൽ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൈക്ക് കാണാൻ പറ്റും, ഒരു നേരിയ ഒരു ഇൻക്രീസ് ആണ്, സ്പൈക്ക് ഇൻക്രീസ്ഡ് ആണ്, ഇറ്റ് ഇൻക്രീസ്ഡ് ഇൻ ഒക്ടോബർ. അതുപോലെ തന്നെ അത് ഇൻഫ്ലേഷൻ ആ മന്തിൽ, ഒക്ടോബർ മന്തിൽ ഇൻഫ്ലേഷന് കാരണമായി. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഹൈക്ക് അല്ലേ, ഇൻഫ്ലേഷൻ ഇത്. മിസ്റ്റർ ദാസ് അതുപോലെ തന്നെ പറഞ്ഞു ഒപ്റ്റിമിസത്തോടെയാണ് നമ്മൾ പോകുന്നത്. വി ഡിപ്പെൻഡ് ഓൺ ഒപ്റ്റിമിസം. ബാങ്ക്ഡ് ഓൺ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വി ഡിപ്പെൻഡ് ഓൺ ഒപ്റ്റിമിസം ഇൻ അസേർട്ടിങ് ദാറ്റ് ഇക്കോണമിയിൽ ഒരു ചെറിയ സ്ലാക്ക്, ഒരു ഡിമിനിഷിങ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നമ്മുടെ പോക്കിന് ഇച്ചിരി ഒന്ന് ലിമിറ്റ് ചെയ്യുമായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് പ്രഷേഴ്സ് വരും, നമ്മുടെ കോർ റീറ്റെയിൽ ഇൻഫ്ലേഷനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെ മൊത്തത്തിൽ ബാധിക്കും, പെർസിസ്റ്റൻ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഹൈ, പേഴ്സണലി ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ്ലി ഹൈ ആയിട്ട് പോയിക്കാണ്. കഴിഞ്ഞ 17 മാസമായിട്ട് അത് വളരെ ഇൻഫ്ലേഷൻ ലെവൽ വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. കോർ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, അതായത് റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഓട്ടെ, റീറ്റെയിൽ പണപ്പെരുപ്പം ഈ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 17 മാസമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. RBI's November round of inflation expectation survey of households shows that households expect inflation to accelerate in the near and medium term. Median inflation expectation of respondents polled in an extension survey earlier this month in order to factor in both a possible Omicron impact and softening in fuel prices in the wake of cut in excise duty projects the 3 months ahead rate at 10.8 and the 1 year ahead reading at 10.9. And through the RBI has begun to slowly tighten the liquidity spigot it opened in a wake of pandemic last year. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്,
RBIയുടെ നവംബർ റൗണ്ട് ഓഫ് എടുക്കുകയാണ് ഇൻഫ്ലേഷൻ്റെ സർവേ, ഹൗസ് ഹോൾഡിൻ്റെ എക്സ്പെക്ടേഷൻ സർവേ ഓഫ് ഹൗസ് ഹോൾഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അത് ഒരു എന്താണ് ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. എന്താ ഒരു നിയർ ടു മീഡിയം ലെവൽ ടേം വരെ അതിന് ഇൻഫ്ലേഷൻ ഒരു പെരുപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സർവേ നമ്മൾ ഏർലിയർ ഈ മന്തിലൊരു സർവേ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒമിക്രോണിൻ്റെ ഇമ്പാക്റ്റും ഒരു പോസിബിൾ ഫാക്ടറാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഫ്യൂൽ പ്രൈസസിൻ്റെ സോഫ്റ്റനിങ്ങും കുറച്ചൊരു കുറവ് വരുത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്. അതുപോലെ വിൻ്ററിൽ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കൂടും, അതുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടി കട്ട് വരുത്തുന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞൊരു നമ്മുടെ ഇക്കണോമിക് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു, ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. ഈ 3 മാസമായിട്ട് കാണിക്കുന്ന ഒരു 3 months റേറ്റ് കാണിക്കുന്നത് 10.8ഉം അതുപോലെ ഒരു വർഷം മുമ്പുള്ളത് റീഡിംഗ് ആയിട്ട് കാണിക്കുന്നത് 10.9% കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന RBI കുറച്ചൊന്ന് ടൈറ്റൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ലിക്വിഡിറ്റി കുറച്ചുകൂടെ ടൈറ്റൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന പാൻഡമിക്കിൻ്റെ സമയത്ത്. ആസ് എ റിസൾട്ട് ഓഫ് പാൻഡമിക് കാരണം കുറച്ചുകൂടെ ഒന്ന് ഈ പറയുന്ന ലിക്വിഡിറ്റി ഒന്ന് ടൈറ്റൻ ആക്കാൻ ശ്രമിക്കുകയാണ് ലാസ്റ്റ് ഇയറിൽ, ബിക്കോസ് ഓഫ് ദ പാൻഡമിക് ലാസ്റ്റ് ഇയർ. ആൻഡ് അതുപോലെ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് റെസ്പോൺസ്, റോബസ്റ്റ് റെസ്പോൺസ് കൊടുക്കുകയാണ് പ്രിവെന്റ് ഓഫ് പ്രൈസ് പ്രഷേഴ്സ്. കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ സൂണർ ദാൻ ലേറ്റർ, വേഗം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഫോർ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ for a delay is undermining precisely what Mr. Das said was the RBI's motto at this juncture, at this point, ensuring a soft landing that is well timed. നമുക്കൊരു സോഫ്റ്റ് ലാൻഡിംഗ് വേണ്ടിയില്ല, നമ്മൾ മൊത്തത്തിൽ കൊളാപ്സ് ആവും. അതുകൊണ്ട് അദ്ദേഹം ദാസ് വോൺ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്താ കൊടുക്കുക, പ്രൈസ് പ്രഷേഴ്സ് എന്ന് പറയുന്നത് കുറയ്ക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. പ്രൈസ് പ്രഷേഴ്സ് കുറയ്ക്കുക, അത് തന്നെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ഒരു ഇമ്പെററ്റീവ് ഉള്ള ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ആ ഇമ്പെററ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പെട്ടെന്ന് എടുക്കുക, സൂണർ ദാൻ ലേറ്റർ എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സോ ഇറ്റ് ഈസ് സജസ്റ്റീവ് എസ്സേ എന്ന് പറയാം. ഒരു സജഷൻ കൊടുക്കുകയാണ്, ഒരു സജസ്റ്റീവ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനെ നോക്കാം, എസ്സേ അല്ല ആർട്ടിക്കിൾ. ആൻഡ് ഇറ്റ് ഈസ് ആർഗ്യുമെൻറ്റ്, അനലിറ്റിക്കൽ, അനലൈസ് ചെയ്തിട്ട് എന്താണ് കൃത്യമെന്ന് അനലൈസ് ചെയ്യുകയാണ്, അനലിറ്റിക്കലാണ് ആൻഡ് സജസ്റ്റീവ് ആയിട്ടുള്ള ടോണാണ്. ഓക്കെ, സജസ്റ്റീവ് അനാലിറ്റിക്കൽ ടോണിലുള്ള റൈറ്റപ്പാണ് ഇന്നത്തെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചൊരു എന്താ പറയുക, ഇക്കണോമിക് ഡേറ്റയൊക്കെ കൂടുതലാണ്. ഓക്കെ, ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ശരണി ഇല്ല, നമ്മുടെ എൻ്റെ ഇത് ശരിയായിട്ട് എൻ്റെ ഫോൺ ശരിയായില്ല. ഫോൺ ശരിയായി ഞാൻ അറിയിക്കാം നിങ്ങളെ കേട്ടോ, ഒന്ന് കൃത്യമാക്കുക. ഓക്കെ, ഒന്ന് ഞാൻ ഉറപ്പായിട്ടും അറിയിക്കും. സ്പൈ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എന്താ പറയുക, നമ്മളതിന് കൃത്യമായിട്ട് സ്പൈ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അതിന് വാൽവ് വെക്കില്ലേ, ഒരു വാൽവ് എന്നൊക്കെ പറയില്ലേ, അതായത് പിടിക്കാനും അല്ലെങ്കിൽ ഒരു പ്ലഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്വിച്ചോ പ്ലഗോ അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ് അതിനർത്ഥം. അതാണ് സ്പൈ കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ സ്പൈ കോഡ് ലിക്വിഡിറ്റി സ്പൈ കോഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി വാൽവ്, ലിക്വിഡിറ്റി എങ്ങോട്ട് പോകണം നിയന്ത്രിക്കുന്ന ആ ഒരു സംഭവം, അതാണ് സ്പൈ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതാ വേഗം ഇന്നലത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ പറഞ്ഞേ. ദീസ് ഗെയിംസ് ഷീ ആർഗ്യൂഡ് കെ നോട്ട് ബി ട്രീറ്റഡ് ആസ് സച്ച് ബിക്കോസ് ഓഫ് ചൈനാസ് ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസസ് ആൻഡ് അട്രോസിറ്റീസ് ഇൻ ഷിൻജിയാങ്. എന്താണ് ഇവിടെ ആൻസർ പറയൂ, വേഗം ആൻസർ പറയൂ. ശരണ്യ എസ് എഴുതിയിട്ടോ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഫോൺ റെഡി ആയി കിട്ടുമ്പോൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടോ, കുഴപ്പമില്ല. പോരട്ടെ. ഇവിടുത്തെ എന്താ തെറ്റ് പറയൂ. ഇറ്റ്സ് ടൈം, വേഗം ആട്ടെ. These games, she argued, cannot be treated as such because of China's human rights abuses and atrocities in Xinjiang. എന്താണ്? മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും കനോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആൻസർ ഇവിടെ കനോട്ട് അല്ല വരേണ്ടത്, ഷീ ആർഗ്യൂഡ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ കുഡ് നോട്ട് എന്ന് വരണം. കനോട്ട് ഒരിക്കലും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കില്ല, കുഡ് നോട്ട് വേണം ആൻസർ. എനിക്ക് ഒരാൾ ആരതി മാത്രമേ തന്നിട്ടുള്ളൂ ആൻസർ. ആരതി എല്ലാ തവണയും ആൻസർ തരും. ഐ റിയലി അപ്രീഷിയേറ്റ് ആരതി ഫോർ ദാറ്റ്. ആരതി എപ്പോഴും എനിക്ക് കൃത്യമായിട്ട് കോമന്റ് സെക്ഷനിൽ ആൻസർ തരും. ദാറ്റ്സ് ഇറ്റ്, ക്ലിയർ ഇവിടെയാണ്.
ബിക്കോസ് ഓഫ് കട്ടിയില്ല, ബിക്കോസ് കറക്റ്റ്, ബിക്കോസ് ചൈനാസ് അല്ല, ബിക്കോസ് ഓഫ് ആണ് ഇവിടെ. ബിക്കോസ് വന്നാൽ തെറ്റും, ബിക്കോസ് കേട്ടോ, ബിക്കോസ് ഓഫ് തന്നെയാണ്. ഓക്കെ, അതല്ല പ്രശ്നം. ഇത്ര ഓർത്താൽ മതി. ക്യാന് ഒരിക്കലും നമ്മൾ എന്തിനു കൂടി ഉപയോഗിക്കില്ല, പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കില്ല. അതിന് പകരം ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് കുഡ്, കുഡ് നോട്ട്. And today's question, today's spot there is scarce evidence that boosters adds value to the main purpose of the immunization program. There is scarce evidence that immunization S ആണ് ഇവിടെ, അത് Z വന്നു പോയതാണ്, ടൈപ്പോ വന്നാണ് ഞാൻ എഴുതിയപ്പോൾ, പിന്നെ അവർ മാറ്റി, അമേരിക്കൻ അല്ലേ അതുകൊണ്ട്. Okay, there is a scarce evidence that boosters adds value to the main purpose of the immunization program. പോരട്ടെ. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ സമയം ഞാൻ കളയുന്നില്ല, സ്ക്രീൻഷോട്ട് എടുക്കുക ആൻഡ് ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര് കേരള PSC ഷോർട്ട് സെലക്ഷൻ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അതുപോലെ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. അതുപോലെ കൃത്യമായിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും. കോൺകോഡ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംപ്രൂവ്മെന്റ് വരണം ഡേ ബൈ ഡേ. താങ്ക് യു സോ മച്ച്. റെക്കോർഡ് വീഡിയോസ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. ആൻഡ് ആൻസേഴ്സ് ഡു പോസ്റ്റ് ഇൻ ദ കോമന്റ് സെക്ഷൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലൊക്കെ എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കാം. അഡറ്റ് 24/7 ആപ്പിന്റെ കാര്യം മറക്കണ്ട. ആപ്പിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ഉടനെ തന്നെ അടുത്ത ദിവസം കാണിച്ചു തരാം. ആപ്പിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഫോണിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് പറ്റാത്തത്. ഓക്കെ, ആപ്പിൽ നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഫ്രീ ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്, സബ്ജക്ട് വൈസ്. കൂടാതെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് കിട്ടും നിങ്ങൾക്ക്. ആൻഡ് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് കിട്ടും. സോ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ഇറ്റ്, യു അവെയിൽ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.